بسم الله الرحمن الرحيم الحمد لله السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്റ്റേജിൽ വെച്ചിട്ടുള്ള എൻ്റെ പിർസത്തെ സഹോദര ഹസൈനാർ സ്വലാഹി, അതേപോലെ ഈ സദസ്സിൽ വെച്ചിട്ടുള്ള എൻ്റെ പിർസത്തെ സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ ബിസിയും എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യത്തും സൈഡിൽ വെച്ചിട്ട് അള്ളാഹുരെ ദീന് പഠിക്കുകയും അള്ളാഹുരെ ദീന് മനസ്സിലാക്കുകയും അത് ആൾമാർക്ക് എത്തുപാട്ടുകയുമായിട്ട് ഒരു തെല്ല് നേറ ഞങ്ങളെ ടൈം വരെ ഞങ്ങളെ സമയത്തെ ഞങ്ങൾ യൂസ് ആക്കിയുള്ള അള്ളാഹുരെ തൗഫീഖിൽ അള്ളാഹുരെ അനുഗ്രഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഒട്ടികാക്കിയത് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും അവന്റെ ദീന് പഠിക്കുകയും അതേപോലെ അത് ജീവനത്തിൽ കൊമ്പറുകും അത് ആൾമാർക്ക് എത്തുപാട്ടുകും ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
ഞങ്ങളുടെ ഒട്ടികായ പോലമേ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടികാവുകുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും തരട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നക്കൂടെ നിങ്ങളെ മുന്നൊരു ചൊല്ലുകുള്ള വിഷയ എന്തൊരു ചെന്നെങ്കിൽ ഇസ്ലാമിನಲ್ಲಿ സാഹോദര്യത്തെ, ഇസ്ലാമില് സഹോദരത്തെ സാഹോദര്യ എങ്ങനെ ഇക്കോണു, ഇസ്ലാം അതിന്റെ വിഷയം എന്തിര പടിപ്പാട്ടര് ഇണ്ട്, ഞങ്ങളുടെ അവസ്ഥ എന്തിരെ, ഞങ്ങൾ മുന്നിൽ കഴിഞ്ഞുപോയ സഹാബിരങ്ങളുടെ അവസ്ഥ എന്തിരെ ചൊല്ലിയ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപ, ഒരു വിശദീകരണ ഞാൻ നിങ്ങളെ മുന്നോട്ട് ബേർച്ചുകൊണ്ടുള്ള. നമുക്കെല്ലാവർക്കും ഗൊന്തുള്ള പോലെ ഇസ്ലാമിലു എത്രമാ വിഷയ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പാട്ടിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിറങ്ക് പഠിപ്പാട്ടിത്ത്, സഹാബിറങ്ങ താബീറങ്ക് പഠിപ്പാട്ടിത്ത്, അങ്ങനെ തലമുറയായിട്ട് പരമ്പരയായിട്ട് നമുക്ക് ദീനുൽ ഇസ്ലാം ഇവിടെ നമുക്ക് എല്ലാവർക്കും ബന്ധ കിട്ടിയത്. ദീനിൽ വെച്ചിട്ട് അള്ളാഹുറെ മുട്ടവുള്ള ദീന് അത് ഇസ്ലാം ദീനെ തിക്കുറും ചൊന്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടറാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുറെ മുട്ട സ്വീകാര്യ ആയിട്ടുള്ള ദീന്, അള്ളാഹുറെ മുട്ട കബൂലായിട്ടുള്ള ദീൻ അത് ഇസ്ലാം ദീനെ തിക്കറ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ദീൻ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടായെങ്കിൽ അതങ്ങനെ അള്ളാഹു കബൂലാക്കില്ല, ആ ദീൻ അള്ളാഹു കബൂലാക്കില്ല ചൊന്തു ഖുർആനിൽ സൂറത്തു ആൽ ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പാട്ടിയുള്ള. അപ്പൊ ഇസ്ലാം അംഗീകരിക്കണു, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണു ചൊല്ലത് മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരുടെ മേലും ബാധ്യതയുള്ള ഒരു വിഷയത്തേക്ക്. ഇസ്ലാമിലു സാഹോദര്യത്തെ വിഷയം നോക്കുമ്പോ എത്രമാ ടൈപ്പ് സാഹോദര്യത്തെ വിഷയം ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടു. ചമ്മ ടൈപ്പിലു ഇസ്ലാം സാഹോദര്യ ബന്ധത്തെ വിഷയ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയുണ്ട്. ഒന്നാമത്തേത് മനുഷ്യന്മാരൊട്ടിയുള്ള സാഹോദര്യത്തെ, അവന്റെ ദീന, അവന്റെ ധർമ്മമാ, അവന്റെ ആദർശമാ എന്തും നോക്കാണ്ട് മനുഷ്യന്മാർ ചൊല്ലുന്ന ഒരു രീതിയിലുള്ള സാഹോദര്യത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയുണ്ട്. അതേപോലെ മുസ്ലിംറങ്ങൾട്ടിയുള്ള സാഹോദര്യത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയുണ്ട്. അതേപോലെ കുടുംബത്തൊട്ടിയുള്ള സാഹോദര്യത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടു. അതേപോലെ ചങ്ങായിമാരൊട്ടിയുള്ള സാഹോദര്യത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടു. അങ്ങനെ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ ആറൊട്ടികല്ല ഇടപെടറമാ, ആറൊട്ടികല്ല ഞങ്ങൾ പോണ്ടാമാ, അങ്ങോട്ടികല്ല എങ്ങനെ സാഹോദര്യത്തിൽ ഇക്കണു, എങ്ങനെ സൗഹാർദ്ദ കാട്ടണു ചൊല്ല വിഷയ ഇസ്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പഠിപ്പാട്ടി തന്നുണ്ടു ചൊല്ല വിഷയ നമുക്ക് എല്ലാവർക്കും പിടിയുള്ള ഒരു വിഷയത്തേക്ക്. അതിൽ ഒന്നാമത്തേത് ഇസ്ലാം മനുഷ്യന്മാരൊട്ടിയുള്ള സാഹോദര്യത്തെ വിഷയ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എത്രമാ ജാഗിൽ നമുക്ക് പഠിപ്പാട്ടിരുത് കാണുക സാധ്യമുണ്ട്. ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിയ സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നു, കാനന്നാസു ഉമ്മതൻ വാഹിദ, മനുഷ്യന്മാരെല്ലാരും ഒരേ സമൂഹമായി തിന്നാറ്, എല്ലാരും ഒട്ടിಗೆ ഇന്നാറ്, എല്ലാരും ഒരേപോലെ ഇന്നാറ് ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പാട്ടറ്. ആ ഒട്ടിക്കുന്ന സമൂഹ പിന്നെ ഓരോരോ അവസ്ഥയിലും ഓരോ വിഷയത്തിലും ഭിന്നാഭിപ്രായമായിട്ട് പിന്നെ കക്ഷിയായിട്ട് പിന്നെ വേറെ വേറെ ആയി പോയ ഒരു അവസ്ഥ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിയുണ്ട്. അപ്പൊ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട ഞങ്ങളെല്ലാരും ഒട്ടിಗೆ ഇന്ന എല്ലാരും ഒരേ അബ്ബരെ ഒരേ ഉമ്മരെ മക്കയിട്ട് ജീവിച്ചു പോയ ഒരു കാലഘട്ട മനുഷ്യന്മാർക്ക് എന്ത് ചൊല്ല വിഷയ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടറ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ
മനുഷ്യന്മാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ. എങ്ങനെയുള്ള അള്ളാഹു? അല്ലദീ, അതേ ഖുർആൻ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ നഫ്സിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയവനായ നിങ്ങളെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കൂ. അതേപോലെ അള്ളാഹു ചൊല്ലേ വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരേ നഫ്സിൽ നിന്ന് പിന്നെ അള്ളാഹു അതുക്കൊരു ജോഡിനെ ഉണ്ടാക്കിയ, പിന്നെ ആ ജോഡിൽ നിന്ന് ആണ്ടും പെണ്ണിരും അങ്ങനെ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പരിപാട്ടിയോ വന്ന. ഇത് ഖുർആൻ സൂറത്തുൻ നിസാൽ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പഠിപ്പാട്ടൊരു വിഷയത്തിക്കറി. അപ്പൊ മനുഷ്യന്മാര് ചൊന്നെങ്കിൽ ഒരു അബ്ബറും ഒരു ഉമ്മറെ മക്കൈ തിന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമരും ഹവ്വാ ബീവിരെ മക്കൈ തെറ്റിക്കറ് ഞങ്ങളുടെ എല്ലാവരും ജീവിച്ചോണ്ടുള്ളേ. ഇണ്ട് ലോകത്ത് 715 കോടി മനുഷ്യന്മാർ ലോകത്തിൽ ജീവിച്ചോണ്ടുള്ളാറുണ്ടായെങ്കും അതെല്ലാരും ആദം നബിരം ഹവ്വാ ബീവിരം മക്കൈ തിക്രാറ് ചൊല്ല ഒരു വിഷയ ഇസ്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിപ്പാടി തന്നുകൊണ്ടു. അതേപോലെ ഖുർആൻ സൂറത്തു ഹുജറാത്തിൽ നമുക്ക് പഠിപ്പാട്ട് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യന്മാരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ ചൊന്തു വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാ ഉണ്ടാക്കിയ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി തിക്ര. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾക്കിടയിൽ ഗോത്രം, അതേപോലെ ഒരു കുടുംബം, അതേപോലെ ഒരു രാജ്യം, ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബത്തെ ആക്കിയത് എന്തൊക്കെ ചൊന്നെങ്കിൽ തആറഫു, നിങ്ങൾ പരസ്പരം അറിയുക വേണ്ടി തെറ്റിക്കറ്, നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഒരു തെളിവലിക്ക് ഉണ്ടാവുക വേണ്ടി തെറ്റിക്കറ്. അതേപോലെ അല്ലാഹു ചൊല്ലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളെ കൂട്ടത്തില് ബൽതൗന കർത്തൗന അല്ലെങ്കിൽ കീഴുള്ളവന മേലുള്ളവന അല്ലാഹുവിന്റെ മുട്ട ആദരണീയായിട്ടുള്ളേ, അല്ലാഹുവിന്റെ മുട്ട ആദരണീയായിട്ടുള്ളവൻ ആര്? ഇന്ന അക്രമക്കും, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മുട്ട ആദരണീയനായിട്ടുള്ളേ, അത്ഖാകും, നിങ്ങളെ കൂട്ടത്തിൽ തഖ്വ ഉള്ള നൈതിക്രാറ് ചന്ത് ഖുർആൻ നമുക്ക് പഠിപ്പാട്ട്. അപ്പോ ഇസ്ലാം ഇവിടെ നോക്കൂ, ഖുർആൻ വലിയൊരു സാഹോദര്യത്തെ, മനുഷ്യന്മാരൊട്ടിക്കുള്ള സാഹോദര്യത്തെ വിഷയ ഇസ്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിപ്പാടി തന്റെ ഒരു വിഷയം നമുക്ക് ഇവിടെ കാണുക സാധ്യമുണ്ട്. ഖുർആനിൽ എത്രമാ ജാഗിൽ യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ ചൊന്ത് വിളിച്ചത് നമുക്ക് കാണുക സാധ്യമുണ്ട്. മനുഷ്യന്മാരെ, അതേ പീപ്പിൾ, ആൾമാരെ ചൊന്ത് എത്രമാ ജാഗില് ഖുർആൻ നമുക്ക് വിളിച്ചത് ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമുണ്ട്. അവിടെയുള്ള മനുഷ്യന്മാര് ഒരു സാഹോദര്യത്തിലും ഒരേ ആദർശത്തിലും ഒരേ ഇതിൽ കഴിഞ്ഞുകൂടുന്നു, ഒരേ ഇതിൽ ഇക്കുന്നു ചൊല്ലിയ ഒരു വിഷയത്തിൽ അവിടെ നമുക്ക് കാണുക സാധ്യല്ലേ. അതേപോലെ ഖുർആന്റെ 1-ാമത്തെ ആയത്ത് എടുത്തു നോക്കിയെങ്കിൽ നമുക്ക് കാണുക സാധ്യമുണ്ട്. 1-ാമത്തെ ആയത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതേ ലോകത്തെ രക്ഷിതാവായ അല്ലാഹുവു സർവസ്തുതി ചൊന്തൈത്തിക്കറി. ലോകത്തെ രക്ഷിതാവ് അല്ലേ, ഏതേ ഒരു ജാതിരമ, ഏതേ ഒരു ധർമ്മത്തെമാ, ഏതേ ഒരു സമൂഹത്തെമാ, ഏതേ ഒരു രാജ്യത്തെമാ അല്ല, അല്ലാഹു ആറ്? ലോകത്തെ മനുഷ്യന്മാരെ അതേ റബ്ബ്, ലോകത്തുള്ള എല്ലാവരും റബ്ബ്. ആ റബ്ബിനെ വിളിച്ചിട്ട് അവൻ കയറ്റിക്കർ സർവസ്തുതി ചൊല്ലുന്ന വിഷയ ഖുർആന്റെ 1-ാമത്തെ ആയത്തായിട്ട് നമുക്ക് കാണുക സാധ്യമുണ്ട്. ഖുർആന്റെ 1-ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുന്ന ഒരു വിഷയ. അതിലെ ഖുർആന്റെ ലാസ്റ്റ് സൂറത്തുൻ നാസ്, മനുഷ്യന്മാർ അല്ലേ, മനുഷ്യന്മാർ ചൊല്ലൊരു സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ലാസ്റ്റ് ആക്കിയതും നമുക്ക് കാണുക സാധ്യമുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് അല്ലേ, അതേ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മനുഷ്യന്മാരുടെ റബ്ബറട്ടിക നാന് അഭയ തേടുற, രക്ഷ തേടുற. മലിക്കിൻ നാസ്, മനുഷ്യന്മാരുടെ മാലിക്, മനുഷ്യന്മാരുടെ രാജാവ്. ഇലാഹിൻ നാസ്, മനുഷ്യന്മാരുടെ ഇലാഹ്. ഇങ്ങനെ മനുഷ്യന്മാർ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്രമാ ജാഗല് നമുക്ക് പഠിപ്പാട്ടിയുള്ള. അതേപോലെ ഖുർആൻ ഫസ്റ്റ് അഭിസംബോധന ആക്കരെ, ഖുർആൻ ഫസ്റ്റ് ആൾമാരെ
അഭിസംബോധനാക്കുക യാ അയ്യുഹൽ കാഫിറൂൻ ചൊന്തല്ല, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുനാഫിഖൂൻ ചൊന്തല്ല, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസ്ലിമൂൻ ചൊന്തല്ല, യാ അയ്യുഹൽ മുഅ്മിനൂൻ ചൊന്തല്ല, യാ അയ്യുഹൻ നാസ് മനുഷ്യന്മാരെ ചൊന്തൈത്തിക്കറ്. ഖുർആൻ ഒന്നാമത്തെ അഭിസംബോധന, ഖുർആന്റെ ഒന്നാമത്തെ ബിലി യാ അയ്യുഹൻ നാസ് മനുഷ്യന്മാരെ. അതെ, യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബഖറ 21ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ യാ അയ്യുഹൻ നാസ് മനുഷ്യന്മാരെ ഉബ്ദു നിങ്ങൾ ആരാധന കറൂ റബ്ബക്കും നിങ്ങളെ റബ്ബറെ അല്ലദീ ഖലഖകും നിങ്ങളെ ഉണ്ടാക്കിയവനായ നിങ്ങളെ റബ്ബറെ നിങ്ങൾ ആരാധന കറൂ. അല്ലേ, എത്ര ചന്തത്തെ സൗഹാർദ്ദത്തെ, എത്ര ചന്തത്തെ ഒരു പിറസപ്പാട്, എത്ര ചന്തത്തെ ഒരു പിറസപ്പാട് എത്തിക്കറി ഇസ്ലാം നമുക്ക് അവിടെ പഠിപ്പാട്ടിരുത് നമുക്ക് കാണുക സാധ്യല്ലേ. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ ഉണ്ടാക്കിയവനായ നിങ്ങളെ റബ്ബറെ നിങ്ങൾ ആരാധന കറൂ. മുസ്ലിമായ ഞങ്ങളെ റബ്ബറേണ്ടില്ല, അല്ലെ ഇന്ന റബ്ബറേണ്ടില്ല, അവന്റെ റബ്ബറേണ്ടില്ല. അള്ളാഹു നിങ്ങൾ എല്ലാവരും റബ്ബു, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയവണു, നിങ്ങളെ ഉണ്ടാക്കിയവനായവണു, നിങ്ങളെ മുന്നൽത്തെ കഴിഞ്ഞുപോയെ നിങ്ങളെ ആൽമാരെ ഉണ്ടാക്കിയവനായ നിങ്ങളെ റബ്ബു, അവന്റെ നിങ്ങൾ ആരാധന കുറി ചൊന്തു ഖുർആൻ ഇവിടെ നമുക്ക് സ്പഷ്ടമായിട്ട് പഠിപ്പാട്ടിട്ടുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ. അല്ലേ, സൂറത്തു ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ ഖുൽ നബിയെ ചൊല്ലറു യാ അഹ്ലൽ കിതാബ് ഏ അഹ്ലുൽ കിതാബുമാരെ തആലൂ നിങ്ങ ബറു നിങ്ങ ബറു മുട്ട ബറു. അതെ, തആലൂ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള സമമായിട്ടുള്ള ഒരു കലിമത്തിക്ക് ബറു. കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാത്തങ്ങളുടെ ആരാധനക്കുകില്ല ചൊല്ലെ സമമായിട്ടുള്ള ഒരു കലിമത്തിക്ക് ബറു ചൊന്തു ഖുർആൻ അഹ്ലുൽ കിതാബ് ഞങ്ങളെ വിളിക്കരുത് നമുക്ക് അവിടെ കാണുക സാധ്യമുണ്ട്. അപ്പൊ ഇവിടെ മനുഷ്യന്മാരൊട്ടിയുള്ള ഒരു സൗഹാർദ്ദത്തെ മനുഷ്യന്മാരെ മുട്ട വിളിക്കരെ ദൂരെ പോകേണ്ടല്ല, അപ്പറ പോറു ഇപ്പറ പോറു, അല്ലെ അവന്റെ റബ്ബു ഓന്റെ റബ്ബു അങ്ങനെ ഓരോരുത്തരെ, അല്ലെ മുസ്ലിം ഞങ്ങളെ റബ്ബ് വേറെ, ഏതേ ഹിന്ദു ഞങ്ങളെ റബ്ബ് വേറെ, ക്രിസ്ത്യാൻ ഞങ്ങൾ റബ്ബ് വേറെ, അങ്ങനൊന്നും ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടത് കാണുക സാധ്യമില്ല. ഇസ്ലാം ചൊല്ലെ മനുഷ്യന്മാരെല്ലാരും റബ്ബ് വർത്തനെ അവന്റെ മാത്രം നിങ്ങൾ ആരാധന കറു. അപ്പൊ ഇവിടെ ഇസ്ലാം എന്തിരെ സംഘർഷ കൂട്ടിരമാ സംഘർഷ കൊറിക്കിരമാ സംഘർഷ കൊറിക്കിരെ എത്തിക്കർ നമുക്ക് ഇവിടെ കാണുക സാധ്യമില്ലേ. സൗഹാർദ്ദത്തെ മുട്ടാക്കലും സൗഹാർദ്ദത്തിൽ നിൽക്കും, എല്ലാവരും ഒരേപോലെ ഇക്കും, എല്ലാവരും ഒരേ ഭൂമിയില് നിൽക്കുമ്പോ എല്ലാവർക്കും ഒരേ സൂര്യരെ അതെ വെയില് കിട്ടുമ്പോ എല്ലാവർക്കും ഒരേ മല കിട്ടുമ്പോ പിന്നെ അവന് ആരാധനാക്കിற അവന്റെ റബ്ബന്റെ ಬೇರೆ ಬೇರೆ ಅವನು ഇല്ല, എല്ലാം ഒരേ റബ്ബ്, എല്ലാവർക്കും ഒരേ അവസ്ഥ ചൊല്ലുന്ന ഒരു വിഷയ ഇസ്ലാം നമുക്കൂടെ കറക്റ്റ് ആയിട്ട് പഠിപ്പാടി തന്റെ ഒരു വിഷയത്തിക്കറ്. അതേ മനുഷ്യന്മാരൊട്ടിക്കുള്ളേ സൗഹാർദ്ദത്തെ മനുഷ്യന്മാരൊട്ടിക്കുള്ളേ ആ സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കൂ ഇസ്ലാം എത്രമാ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിപ്പാട്ടരുത് നമുക്ക് കാണുക സാധ്യമുണ്ട്. അപ്പൊ ഇവിടെ മനുഷ്യന്മാരൊട്ടിയുള്ള സൗഹാർദ്ദത്തെ വിഷയ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ എത്രമാ നമുക്ക് കാണുക സാധ്യമുണ്ട്. അതേപോലെ മുസ്ലിം റങ്ങൊട്ടിക്കുള്ള സൗഹാർദ്ദത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടരെന്തേ മനുഷ്യന്മാരൊട്ടിക്കുള്ള സൗഹാർദ്ദത്തെ വിഷയത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവിടെ എത്രമാ നബിയുടെ ജീവിതത്തില് നമുക്ക് കാണുക സാധ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദച്ചോയിക്കുമ്പോ സഹാബിറങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദച്ചോയിക്കുമ്പോ ഒരു യഹൂദിയുടെ മയ്യത്ത് പോണ്ടത് നമുക്ക് അവിടെ കാണുക സാധ്യമുള്ളൂ. ഒരു യഹൂദിയുടെ മയ്യത്ത് ഇങ്ങനെ പോണ്ടേ ആ പോകുമ്പത്തുകു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഞ്ചി നിക്കറ് സഹാബിറങ്ങ കേൾക്കാർ നബിയെ അതൊരു യഹൂദിയുടെ മയ്യത്തല്ലേ, അതൊരു യഹൂദിയുടെ മയ്യത്തല്ലേ, ആ മയ്യത്ത് കഴിച്ച് എന്ത് എഞ്ചി നിക്കണു ചൊന്ത് കേട്ടപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിറങ്ങൾക്ക് തിരിച്ചു കേൾക്കരേ യഹൂദിയായെങ്കും അവന് മനുഷ്യല്ലേ, യഹൂദിയായെങ്കും അവന് മനുഷ്യല്ലേ. അപ്പൊ മനുഷ്യരൊട്ടിക്കുള്ളേ ആ ഒരു സൗഹാർദ്ദത്തെ ആ ഒരു വിഷയ ഇസ്ലാം നമുക്ക് അവിടെ പഠിപ്പാട്ടത് കാണുക സാധ്യവും. അതേപോലെ ഒരു യുദ്ധാക്കുമ്പോ സമയത്ത ഇസ്ലാം കൺട്രോൾ വെച്ച പോലെ ഒരു ധർമ്മം കൺട്രോൾ വെച്ചിട്ടില്ല, അല്ലെ. ഒരു യുദ്ധാക്കുമ്പോ സമയത്ത് അവിടെ കൺട്രോൾ വേണു, എന്തിനു വേണു, അതെ ഔടുള്ളേ ശത്രുവായ ആൾമാരുടെ പെനിങ്ങളെ കൊല്ലുക തീറ, അതേപോലെ ഔടുള്ളേ മക്കളെ കൊല്ലുക തീറ,
അതേപോലെ അവിടുള്ള കൃഷിരെ നാശാക്കുക തീര, അതേപോലെ അവിടുള്ള തന്നിരെ ബെടുക്കാക്കുക തീര, അതേപോലെ അങ്ങനെ ആരാധന ജാഗരെ ബെടുക്കാക്കുക തീര. ഇതല്ല ഇസ്ലാം ഭയങ്കര കൺട്രോൾ ആക്കിയിട്ടുള്ള ഒരു യുദ്ധത്തെ ടൈമിൽ പോലും, ഒരു യുദ്ധ വേറെ ടൈമിൽ എന്തല്ല, ഒരു യുദ്ധാക്കുമ്പോ സമയത്തെ പോലും കൺട്രോൾ ആക്കി വയ്ക്കേ ദീനുൽ ഇസ്ലാം. അതേറ്റ് ഇസ്ലാമുകല്ലാണ്ട് വേറൊരു ധർമ്മത്തും ഇത്ര വലിയൊരു ഒരു കരുണ കാട്ടുകു വേറൊരു ധർമ്മത്തും കാട്ടുകു സാധ്യല്ല ചൊല്ല ഒരു വിഷയ ഞങ്ങളുടെ മനസ്സിലാക്കണം. ഒരു യുദ്ധത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ മക്കമാര് പെണ്ണുങ്ങളെല്ലാം മരിച്ചത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ തന്നി വന്ന് അപ്പൊ സാബിറങ്ങ നബിരോട്ട് കേൾക്കുന്ന നബിയെ എന്ത് ഉൾപ്പെടുറേ, അങ്ങ് ശത്രുവായ ആൾമാരല്ലേ, ശത്രുവായ പെണ്ണുങ്ങല്ലേ, ശത്രുവായ മക്കല്ലേ, അങ്ങോട്ടേക്ക് എന്ത് ഞങ്ങൾ ഉൾപ്പെടണു? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അങ്ങും മനുഷ്യന്മാര്, ആ മനുഷ്യന്മാര് ചൊല്ല ഒരു സൗഹാർദ്ദത്തെ, മനുഷ്യന്മാര് ചൊല്ല ഒരു ഇത് അവിടെ ഇസ്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിപ്പാട്ട്. അങ്ങനെ ആരാധനല, അങ്ങനെ ഇബാദത്തില, അങ്ങനെ ആചാരത്തില ഞങ്ങ മുസ്ലിം റങ്ങ ഒട്ടിക തീര ചൊല്ലത് അതൊരു ഇസ്ലാമരെ ഒരു കൺസെപ്റ്റ് ആയിത്തിക്കറ്. അതെ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുകല്ലേ മനുഷ്യന്മാരൊട്ടിക്കുള്ള സൗഹാർദ്ദത്തെ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടിര്. അതേപോലെ മുസ്ലിം റങ്ങൊട്ടിക എത്രമാ സൗഹാർദ്ദത്തെ ബൈക്കും, മുസ്ലിം റങ്ങൊട്ടിക്കുള്ള സൗഹാർദ്ദത്തെ സാഹോദര്യത്തെ ഇസ്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് പഠിപ്പാട്ടിട്ടുള്ളേ ഒരു വിഷയത്തിക്കറ്. അതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം ചൊന്നെങ്കാറ് ಅವನು ಪಿನರ್ ಮುಸ್ಲಿಮರೇ ಸಹೋದರ ಐತಿಕ್ರ ಚೊಂತುಂ. ಅದೇ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ನಂಗೆ ಬಡಿಪಾಟ್ರು ವಲ್ ಮುಅ್ಮಿನೂನ ವಲ್ ಮುಅ್ಮಿನಾತು ಬಅದುಹುಂ ಔಲಿಯಾഉ ಬಅಲ್. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിനരെ സഹായി ಐತಿಕ್ರ, ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ ചങ്ങായി ಐತಿಕ್ರ, അങ്ങ് സഹോദരന്മാർ ಐತಿಕ್ರಾറ് ചൊന്തു. ഖുർആൻ നമുക്ക് മുഅ്മിനുമാരെ അതേപോലെ മുസ്ലിം രംഗലെ അതേ സൗഹാർദ്ദത്തെ വിഷയ ഇസ്ലാം നമുക്ക് അവിടെ ഖുർആൻ നമുക്ക് അവിടെ പഠിപ്പാട്ടത് കാണുക സാധ്യമുണ്ട്. അതേപോലെ ഖുർആൻ നോക്കൂ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല പൽക അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ലുഹു ബഅ്ല. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിനെ എങ്ങനിക്കറങ്ങ കൽ ബുനിയാൻ, ഒരു വലിയ ബിൽഡിംഗ് പോലെ ഇക്കറങ്ങ, ഒരു വലിയ ബിൽഡിംഗ് പോലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് പഠിപ്പാട്ടി തന്നെ ഒരു ബിൽഡിംഗ് പോലെ ഇക്കറേ. അതെ എന്റെ യശുദ്ദു ബഅ്ലുഹു ബഅ്ല, ഒരു ബിൽഡിംഗ് ചൊന്നെങ്കിൽ ഒരു കല്ല് പിന്നൊരു കല്ലിനെ സഹായിത്തിക്കറ്, ഒരു കല്ല് പിന്നൊരു കല്ലിനെ ഗട്ടിയാക്കിത്തിക്കറ്. അതേപോലെ തിക്കറ് ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിൻ ചൊന്നെങ്കിൽ ഒരു മുഅ്മിനുക്ക് നൊമ്പല വരുമ്പോ, ഒരു മുഅ്മിനുക്ക് പ്രയാസ വരുമ്പോ, ഒരു മുഅ്മിനുക്ക് കഷ്ട വരുമ്പോ പിന്നൊരു മുഅ്മിനുക്കും കഷ്ട പറഞ്ഞു. അതെ ഒരു മുഅ്മിനുക്ക് അതേ നൊമ്പല ഉണ്ടാവുമ്പോ നക്കും ആ നൊമ്പല ഉണ്ടാവുന്ന പോലെ ആവണു. അതേ തിക്കറ് ഒരു മുഅ്മിൻ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്. അതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിങ്ങൾ ഒരാളും വിശ്വാസിയാവില്ല, ഒരാളും നിങ്ങളുടെ മുഅ്മിനാവില്ല, എത്രത്തോളം മുഅ്മിനാവില്ല ഹത്താ യകൂന അഹബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നന്റെ സ്വന്തത്തിക്ക് ഞാൻ എന്ത് ഇഷ്ടപ്പെടുற അത് നന്റെ സഹോദരക്കും കിട്ടുറത്തോളൂ, അത് അങ്ങനെ ആഗ്രഹിക്കുറത്തോളൂ നാ മുഅ്മിനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി അവർ പൽക്കൈത്തിക്കറ് എന്തിരെ നക്കൂർ വിഷയ ഇഷ്ടമുണ്ട്, നക്കൂർ വിഷയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹ നന്റെ സഹോദരക്കും കിട്ടണു, നന്റെ ചങ്ങായിക്കും കിട്ടണു, ഒരു മുഅ്മിനായ ആൾക്കും കിട്ടണു ചൊല്ലൊരു ആഗ്രഹ ഞങ്ങളെ മനസ്സിൽ ഇക്രത്തോളൂ അവന് മുഅ്മിനാവില്ല ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്. എത്ര വലിയ വിഷയ ഇണ്ട് ഞങ്ങൾ അങ്ങനെയുള്ളാമ ഇണ്ട് ഞങ്ങളെ വിഷയ മാത്രം നോക്കറേ, ഞങ്ങളെ കുടുംബ, ഞങ്ങളെ പെഞ്ഞായി, ഞങ്ങളെ മക്ക, അതേപോലെ ഞങ്ങളെ ചുറ്റുപാട്, ഞങ്ങളെ അവ, ഇതല്ലാണ്ട് ഞങ്ങളെ ബിസിനസ്, ഇതല്ലാണ്ട് ഒരു വേറൊരു മുഅ്മിന്റെ വിഷയം നോക്കുക, വേറൊരു മുഅ്മിന്റെ കഷ്ടപ്പാട് നോക്കുക, വേറൊരു മുഅ്മിന്റെ നൊമ്പല നോക്കുക. ഞങ്ങൾക്കുണ്ട് ടൈം ഇല്ലാണ്ടായി പോയത്, ഞങ്ങൾക്കുണ്ട് അത്ര ബിസിയായി പോയിരാ. ആയെങ്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അവനോർക്കും മുഅ്മിനാവാല. ഒരു മുഅ്മിനുക്ക് നൊമ്പല വരുമ്പോ അതല്ലാണ്ടായെങ്കിൽ നക്ക് കിട്ടുന്ന ഒരു വിഷയ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയ ആ മുഅ്മിനുക്കും കിട്ടണു ചൊല്ലൊരു ആഗ്രഹ
ഉണ്ടാവുത്തോളൂ അവനൊരുക്കും മുഅ്മിനാവില്ല. അതേ ടിക്കറ് ഒന്നാമത്തെ എല്ലാത്തിന്റെ വലിയൊരു വിഷയ സ്വർഗ ചൊല്ലത് ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന ഒന്നൈ തിക്കറ്, ഞങ്ങളെല്ലാരും ഇഷ്ടപ്പെട്ട ഒന്നൈ തിക്കറ്, ನಾನು സ്വർഗത്തുക്ക് പോണു ചൊല്ലത്. ആ സ്വർഗ നക്ക് മാത്രം കിട്ടണായതല്ല, ഞങ്ങള് എല്ലാ ആൾമാർക്കും കിട്ടണായത്. അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് വേണം. അതേ നന്റെ കൂട്ടത്തിലുള്ള അതേ ദർഗത്തുക്ക് പോണ്ടവണുകും, അതേപോലെ അമ്പ്യാക്കന്മാരൊട്ടിക്കും ഔലിയാക്കന്മാരൊട്ടിക്കും ദ്വാർക്കറവണുകും സ്വർഗത്തുക്ക് പോണു. അപ്പൊ സ്വർഗത്ത് പോണു ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അവനുക്ക് ഈ ദാവത്ത് എത്തുപാട്ടി കൊടുക്കണം, അവനുക്ക് അള്ളാഹുടെ വിഷയ തെരിപാട്ടി കൊടുക്കണം, ദർഗത്ത് പോണ്ട് തപ്പും ചൊന്നു കൊടുക്കണം. അതേപോലെ അള്ളാഹു അല്ലാത്തവങ്ങളുടെ ഈ ദ്വാർക്കൃത് തപ്പും ചൊന്നു കൊടുക്കണം. അതേപോലെ കല്ലറൊട്ടിക്കും പൂജാക്രമങ്ങൾട്ടിക്കും അതേപോലെ ഈസാ നബിരൊട്ടിക്കും അങ്ങനെ ആരാധനാക്രമക്കും ഈ ദഅവത്ത് എത്തുപാട്ടി കൊടുക്കണം. അതേ ടിക്കറി എല്ലാത്തണ്ടി വലിയൊരു പിർസ ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ മനസ്സിಗೆ ആഗ്രഹിക്രമ ഞങ്ങളെ സഹോദരകും അത് ആഗ്രഹിക്കുന്നോടത്തോളൂ അവനൊർക്കും മുഅ്മിനാവില്ല. അതേ ടിക്കറി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. അതേപോലെ ഒരു മുഅ്മിനുക്ക് നൊമ്പല പറയുമ്പോ കഷ്ട പറയുമ്പോ ഞങ്ങൾക്കും ആ നൊമ്പല ഉണ്ടാവണം. അതുകൈത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിന് രോഗിയായിട്ട് നിൽക്കുമ്പോ അവന്റെ പോയിട്ട് വിസിറ്റ് ആക്കണം ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ട് അല്ലേ. അൽ മുസ്ലിമു ഹഖുൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിലുള്ള ബാധ്യത പിന്നെ ഒരു മുസ്ലിമിരൊട്ടിക്കുള്ള ബാധ്യത 6 വിഷയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പാട്ടിര്. അതിൽ ഒന്നാമത്തെ തിക്കറ് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഒരു മുഅ്മിനെ കാണുമ്പോ ഒരു മുസ്ലിമിനെ കാണുമ്പോ സലാം ചൊല്ലത് അത് ഹഖൈ തിക്കറ് അല്ലേ. എത്ര വലിയ സൗഹാർദ്ദത്തെ തിക്കറ് അവിടെ മുസ്ലിമിനുള്ള സൗഹാർദ്ദത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. ഒരു മുഅ്മിനെ കാണുമ്പോ ഒരു മുസ്ലിമിനെ കാണുമ്പോ അവനക്ക് സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും ചൊല്ലണം. ആ അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോത്തുകു അവനത് മടുക്കണു, കേട്ടവനത് മടുക്കണു. അവന്റെ മേൽ വാജിബൈ തിക്കറ്. സലാം ചൊല്ലത് സുന്നത്ത്, ബട്ട് സലാം ചൊന്നവണുകു അത് മടുക്കരുത്, വാജിബൈ തിക്കറ്. ഇതേ തിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. അതേപോലെ സലാം ചൊല്ലിന്റെ രൂപം സലാം ചൊല്ലിന്റെ രീതിയും ഇസ്ലാം നമുക്ക് കറക്റ്റ് പഠിപ്പാട്ടേ. അതേ ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങൾ ഇങ്ങനെ തെച്ചോയിക്കുമ്പോത്തുകു ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും ചൊന്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു എന്തിരെ എനിക്ക് 10 കൂലി. പിന്നൊരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊന്തു. അപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 20 കൂലി. പിന്നൊരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചൊന്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 30 കൂലി ചൊന്തു. അവിടെ നമുക്ക് പഠിപ്പാട്ടേ. അപ്പൊ യാറ സലാം ചൊല്ലറോടത്തോളൂ അത്ര കൂലി യാറിക്കറി ചൊല്ലതേ തിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ. അതേപോലെ സലാം മടുക്കരുതിലും അങ്ങനെ ഒരാള് അസ്സലാമു അലൈക്കും ചൊന്നെങ്കിൽ ആ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തെളിയാറുമേ ചൊല്ലത് എന്തിരെ ഇസ്ലാമിരെ വലിയൊരു വിഷയത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടിയ ഒരു വിഷയത്തിക്കറ്. അതേപോലെ ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊന്നെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ തെളിയാറുമേ ചൊല്ലണു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിംകളുള്ള പിർസപ്പാടുടെ വിഷയ നമുക്ക് പഠിപ്പാട്ടറ്. അവിടെ തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നെ പിന്നൊരു പൽക്ക ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസിയാവരോടത്തോളൂ, നിങ്ങൾ മുഅ്മിനാവരോടത്തോളൂ, നിങ്ങൾ ഓർക്കും സ്വർഗത്തുക്ക് പോവാല. മുഅ്മിനാവരോടത്തോളൂ, നിങ്ങൾ ഓർക്കും സ്വർഗത്തുക്ക് പോവാല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പര സ്നേഹിക്കരോടത്തോളൂ, നിങ്ങൾ പരസ്പര ഇഷ്ടപ്പെടുന്നോടത്തോളൂ നിങ്ങൾ ഒരാളും മുഅ്മിനാവില്ല. ഒന്നാമത്തേത് നിങ്ങൾ മുഅ്മിനാവാണ്ട് സ്വർഗത്തുക്ക് പോവാല. നിങ്ങൾ പരസ്പര ഇഷ്ടാക്കുന്നോടത്തോളൂ നിങ്ങൾ മുഅ്മിനാവാല. അതിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്ക് ഞാൻ ഒരു വിഷയം ചൊന്തർട്ട അത് നിങ്ങൾ ആക്രാറുണ്ടായെങ്കിൽ നിങ്ങളിടയില് എന്തുണ്ട് പിർസപ്പാടിക്കറ്, നിങ്ങളിടയില് കാരുണ്യക്കറ്, നിങ്ങളിടയില് ഒരു ഇഷ്ടപ്പാടിക്കറ്. എന്തിനത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റട്ടിക സഹാബിരങ്ങ് കേട്ടാർ നബിയെ ചൊല്ലൊരു നബിയെ അതെന്തിരേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അഫ്ഷുസ് സലാമ ബൈനക്കും. നിങ്ങളിടയില് നിങ്ങൾ സലാം ചൊല്ലൊരു, സലാം യാറാക്കൊരു, സലാം ചൊന്നോയിക്കൊരു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങ് പഠിപ്പാട്ടിയപ്പ സഹാബിരങ്ങ എവിടെ ഒരു തെല്ലും അറിഞ്ഞിട്ട് പിന്നെ പറയുമ്പോ സലാം ചൊന്നു ഇന്നാർ. അതായത് രണ്ട് സഹാബിരങ്ങൻ നടന്നോ പോണ്ടേ
എടലൂർ മറകെടുത്ത് അപ്പൊ അങ്ങ് മറിഞ്ഞാറ് പിന്നെ ഒട്ടിക്കാകുമ്പോ അപ്പം സലാം ചൊല്ലേ അങ്ങനെ സലാം യാറാക്കിയോ ഇന്നാറ് ഇങ്ങനെ ആക്കിയെങ്കിൽ നിങ്ങളുടെ എന്തുണ്ടു പിരിസപ്പാടിക്കര് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പാടിക്കര് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടറ് ഇങ്ങനെ നിങ്ങ പിരിസപ്പാട് കാട്ടാണ്ട് ഒരു മുഅ്മിനാവില്ല ഒരു മുഅ്മിനാവാണ്ട് നിങ്ങൾ സ്വർഗത്തേക്ക് പോണ്ടില്ല ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന് പൽക്കൈത്തിക്കര് അപ്പൊ അങ്ങനെ സബലു സലാം ഇടകും സലാം മടുക്കും ഞങ്ങളെല്ലാരും യാറ പരിശ്രമാക്കുന്നു ഞങ്ങൾക്ക് ചിലപ്പോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇക്കാല ആ ഒരു മുഅ്മിനെ കാണുമ്പോ ഒരു മുസ്ലിമിനെ കാണുമ്പോ അങ്ങനെ ഒരു ബായിൽ വന്നു പോവാല അത് ഞങ്ങ ആദത്താക്കി എടുക്കണം ഞങ്ങ സലാമരെ ഞങ്ങ യാറ ആക്കി വയ്ക്കണം ഞങ്ങളെ പെഞ്ഞായിക്കും ഞങ്ങ സലാം ചൊല്ലണം ഞങ്ങളെ മക്കകും ഞങ്ങ സലാം ചൊല്ലണം ചെറിയ മക്കൾക്ക് ചിലപ്പോ സലാം ചൊല്ലുകു കൊറയാൾമാർക്ക് ആവില്ല ചങ്ക്യവරු കൊല്ലാർമാർക്ക് അഹങ്കാര ഞാൻ എന്തിക്ക് അവനുക്ക് സലാം ചൊല്ലണം അവൻ നക്ക് സലാം ചൊല്ലട്ട് ചൊന്തൊരു ബിയാറല്ലിക്കര് അങ്ങനെല്ലാം തീര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽച്ചോയിക്കരെ മക്കക്ക് സമയത്തെ സലാം ചൊന്നു ഇന്ത് ചൊന്തു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്ക് ഇങ്ങനെ നടന്നു പോയപ്പ മക്കയുടെ കൽച്ചോ ഇന്നാറ് അതെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ക് സലാം ചൊന്തു അങ്ങ് സലാം മടിക്കാറ് അപ്പൊ കൂട്ടത്തിലുള്ള ആൾമാർ കേട്ടാറ് നിങ്ങൾ എന്ത് അങ്ക് സലാം ചൊന്നേ അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലേ ഇങ്ങനെ ആക്കിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്കിയത് ഞാൻ നോക്കിര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മക്കക്ക് സലാം ചൊന്നു ഇന്നത് ഞാൻ നോക്കിര അപ്പൊ അങ്ങനെ സലാം ചൊല്ലത് ഒരു മുസ്ലിമിന്റെ മേലുള്ള ഹഖൈ ദിക്ർ ചൊന്തു അതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടർ രണ്ടാമത്തെ വിഷയ വഇദാ ദആക ഫഅജിബുഹു വഇദാ ദആക ഫഅജിബുഹു നിങ്ങളെ ഔത്തുകു ബിൽച്ചെങ്ക് നിങ്ങളെ ദഅവത്തുകു ബിൽച്ചെങ്ക് നിങ്ങൾ ಅದಕ್ಕೆ ഉത്തരാക്കണു നിങ്ങൾ ಅದಕ್ಕೆ ജവാബ് കൊടുക്കണു അതായത് നിങ്ങൾ അവിടേക്ക് പോണു അല്ലേ മങ്ങിൽത്തേക്ക് വിളിച്ചപ്പ ഇൻവിറ്റേഷൻ തന്നപ്പ ആ ബണ്ട ചൊന്ത് ചൊല്ലാർ പിന്നെ പോണ്ടേയില്ല അങ്ങനെ ആവൂ തീര ബണ്ട ചൊന്നൽ പിന്നെ അവിടേക്ക് പോയിട്ടിക്കണു ബറുക ഇല്ലെങ്കിൽ നക്കിന്നിന്ന കാരണത്തിൽ ബറുകാവില്ല ചൊന്ത് ചൊല്ലണു അല്ലേ ഇതെന്തേ ബണ്ടാൻ ചൊല്ലി ജണ്ട് തപ്പൈത്തിക്കറ അവിടെ ഞങ്ങൾ ആക്രേ ഒന്നാമത്തത് കലവു രണ്ടാമത്തത് അവന്റെ മങ്കാക്രേ ഇത് ജണ്ടും ഇക്കുകുത്തീറ ഒരു മുഅ്മിന് ഒരു മുസ്ലിമു ഔത്തുകു ബിൽച്ചെങ്ക് അല്ലെങ്കിൽ ദാവത്തുകു ബിൽച്ചെങ്ക് ആ ദാവത്തുക്ക് അറ്റൻഡ് ആവരുത് ആ ദാവത്തുക്ക് അതെ ആൻസർ ആക്കരുത് അത് ഒരു മുഅ്മിന്റെ മേൽ ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യത ഉള്ള ഹക്കായ ഒരു വിഷയത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടർ അതേപോലെ മൂന്നാമത്തേത് വഇദസ്തൻസഹക ഫൻസഹ് ലഹു നിങ്ങളുടെ ഉപദേശം കേട്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യ ഒരു മുസ്ലിമായ ഒരാള് ഉപദേശം കേട്ടെങ്കിൽ നക്കിന്തെല്ലാം നസീഹത്താക്കി ചൊന്ത് കേട്ടെങ്കിൽ അവനുക്ക് നസീഹത്താക്കി കൊടുക്കണം അവനുക്ക് നസീഹത്താക്കരുത് അവന്റെ മേൽ ബാധ്യത എത്തിക്കര് എന്റെ നസീഹത്ത് കേൾക്കുകയല്ല എന്റെ നസീഹത്ത് ചൊല്ലാ ചൊന്നെങ്കിലും കേൾക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയത് അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ നീ ഒരാള് മുസ്ലിമായ ഒരാൾ വന്ന് നിങ്ങളുടെ നസീഹത്ത് കേട്ടെങ്കിൽ നിങ്ങൾ നസീഹത്താക്കുന്നു നിങ്ങളുടെ മേൽ ബാധ്യത എത്തിക്കരൻ എന്റെ നസീഹത്ത് കേൾക്കുക ആളില്ല പിന്നല്ലേ അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയത് അപ്പൊ അങ്ങനെ ആവൂത്തീറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്കത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കണം അതേപോലെ നാലാമത്തെ വിഷയ വഇദാ അതസ ഫഹമിദല്ലാഹ ഫസമ്മിതുഹു ഒരാള് തുമ്മിത്ത് ഒരാളിങ്ങനെ ഹജ്ജുണ്ടാക്കിയ ഒരു ഇത് ആ തുമ്മിയ ആ ഒരു ഇതില് അൽഹംദുലില്ലാ ചൊല്ല അൽഹംദുലില്ലാ ചൊല്ലുമ്പത്തുകു ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡುವುದು ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യത എത്തിക്കര് യർഹമുക്കല്ലാ അങ്ങനെ ചൊല്ലണു അത് അവന്റെ മേൽ ബാധ്യത എത്തിക്കര് യർഹമുക്കല്ലാ കേട്ടോണു അൽഹംദുലില്ലാ കേട്ടോണു യർഹമുക്കല്ലാ ചൊല്ലണു അതിൽ പിന്നെ ഈ ഓണു എന്താക്കണു യഹ്ദീകുമുല്ലാ ചൊല്ലണു ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയ ഒരു വിഷയത്തിക്കര് അതേപോലെ അഞ്ചാമത്തേത് വഇദാ മറിള ഫഉദുഹു ഒരു മുസ്ലിമായ മനുഷ്യ സീക്കിൽ ഇന്നാണ്ടായെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യ ഒരു മുസ്ലിമായ ഒരാള് രോഗിയായിട്ടായെങ്കിൽ ഫഉദുഹു അവന്റെ സന്ദർശിക്കണു അവന്റെ വിസിറ്റ് ആക്കണു അവന്റെ പോയിട്ട് നോക്കണു അവനുക്ക് സമാധാനം ചൊന്നു കൊടുക്കണു അവനുക്ക് സാന്ത്വന കൊടുക്കണു ഇതേ ടിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ അവിടെ പോയിട്ട് അല്ലാഹു ഇൻഷാ അല്ലാഹ് നിക്ക് ശിഫയാക്കറ് ചൊന്തു ആ ഒരു ദുആ അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാൻ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ ചൊല്ലുന്ന ഒരു ദുആ അങ്ങനെ ദുആർന്നിട്ട് അവന്റെ വിസിറ്റ് ആക്കി ബണ്ടത് ഒരു മുസ്ലിമേലുള്ള ബാധ്യത എത്തിക്കറ് ചൊന്തു അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടേ ആറാമത്തെ വിഷയ വഇദാ മാത ഫത്തബിഉഹു ഒരു മുസ്ലിമായ മനുഷ്യ മരിച്ചാണ്ടായെങ്കിൽ
അവൻ മരണപ്പെട്ടാണ്ടായെങ്കിൽ അവന്റെ ഫോളോ ആക്കണു. ജനാസ ഫോളോ ആക്കരുത്. ഒരു മുസ്ലിമിനെ മേൽ ബാധ്യത എത്തിക്കറ്, ഹക്ക എത്തിക്കറ്. അതേ മരിക്കുന്ന മറിച്ചൽ പിന്നെ അവനു വേണ്ടി നിസ്കരിച്ചിട്ട് അവന്റെ ഫോളോ ആക്കിയിട്ട് ഖബറിനടുത്തോൾ പോണ്ടത് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയുണ്ട്. അങ്ങനെ ആക്കിയാണ്ടായെങ്കിൽ അവനിക്ക് എന്തിനാ കൂലി? ഇങ്ങനെ ഫോളോ ആക്കണമെങ്കിൽ എന്തിനാ കൂലി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, ഒരു മയ്യത്തിൻ്റെ മേൽ ഒരു ജനാസയുടെ മേൽ ഒരാൾ നിസ്കരിക്കാണ്ടായെങ്കിൽ അവനുക്ക് ഖീറത്തുണ്ട്, ഒരു ഖീറത്തുണ്ട്. അവന് നിസ്കരിച്ചിട്ട് ഖബറിന്റെ അടുത്തോൾ പോയിട്ട് അവനുക്ക് ദ്വാർക്കിറാണ്ടായെങ്കിൽ അവനുക്ക് 2 ഖീറത്തുണ്ട്. ഖീറത്ത് ചൊന്ന എന്തിരേ? ഉഹുദ് ഗുഡ്ഡറത്ര ബില്ലേ, ഉഹുദ് ഗുഡ്ഡറത്ര ബില്ലേ എന്തുണ്ട്? അവനുക്ക് കൂലി ഉണ്ട്. അതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഖീറത്ത് ചൊന്നെങ്കിൽ ഒരു ബെല്ല് ഉഹുദ് ഗുഡ്ഡറത്ര ബെല്ലെ പ്രതിഫല. അപ്പൊ 2 ഖീറത്ത് ചൊന്നെങ്കിൽ 2 ഗുഡ്ഡറത്ര ബെല്ലെ പ്രതിഫല. അപ്പൊ അത്ര ബെല്ലെ ഒരു കൂലുള്ള ഇത് ഞങ്ങ ആ മുസ്ലിമായ മനുഷ്യക്ക് അങ്ങനെ ഒരു ആക്കരുത്. ഞങ്ങളെ മേൽ ബാധ്യത എത്തിക്കറ്, ഞങ്ങളെ മേൽ ഹക്ക എത്തിക്കറ് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് അവിടെ പടിപ്പാട്ടരുത് കാണുക സാധ്യമുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്കത്തില് എത്രമാ സൗഹാർദ്ദത്തെ വിഷയ, മുസ്ലിം രംഗൾക്ക് കാട്ടറെ ബാധ്യത്തെ വിഷയ എല്ലാം ഞങ്ങൾക്കൂടെ പടിപ്പാട്ടരുത് കാണുക സാധ്യമുണ്ട്. ബട്ട് ഇണ്ട് ഞങ്ങളെ അവസ്ഥ എന്തേ? ഞങ്ങളെ അവസ്ഥ അങ്ങനത്തെ ഒരു പിർസപ്പാട, ഒരു ഇഷ്ടപ്പാട, ഒരു സ്നേഹമാ, ഒരു കാരുണ്യമാ ഇല്ലാണ്ടായി പോയ ഒരു അവസ്ഥ എത്തിക്കറ് ഞങ്ങൾക്കുണ്ട് കാണുക സാധ്യല്ലേ? മുസ്ലിം രംഗമേ അടിയാക്കിയിട്ടും അതേപോലെ പേഴ്സണൽ വിഷയത്തിലും അതേപോലെ കാസര വിഷയത്തിലും അതേപോലെ കുടുംബത്തെ വിഷയത്തിലും അടിയാക്കിയിട്ടും അതേപോലെ കൊന്നുണ്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തിക്കറ് ഉണ്ട് ഞങ്ങൾക്ക് കാണുക സാധ്യല്ലേ? ആയെങ്ക സഹാബിരങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ നോക്കാണ്ടായെങ്കിൽ അങ്ങനെ ജീവന ഭയങ്കര ഒരു ജീവനായി തിന്ത് അങ്ങ് ഭയങ്കര ഒരു പിസപ്പാടിൽ നിന്ന് അങ്ങ് എത്തിക്കാറ്. അതേ സഹാബിരങ്ങൾക്ക് അങ്ങ് സ്വന്തത്തിൽ കിട്ടില്ലെങ്കും വേണ്ടില്ല, അങ്ങനെ സഹോദരന്മാർക്ക് കിട്ടട്ട് ചൊല്ലൊരു നീയത്ത് സഹാബിരങ്ങളെ മനസ്സിലെന്ത് അല്ലെ? മുഹാജിർ രംഗ അൻസാർ രംഗ അങ്ങനെ 2 സഹാബിരങ്ങളെ കൂട്ടത്തില് 2 വിഭാഗം ആൾമാറിനാർ. മുഹാജിർ രംഗ ചൊന്തിന്നാർ. മുഹാജിർ രംഗ ചൊന്നെങ്കിൽ മക്കത്തെ മദീനത്തിക്ക് ഹിജ്റ ബന്നങ്ങ. അതേപോലെ അൻസാറിങ്ങ ചൊന്നെങ്കിൽ മദീനത്തിൽ ഇന്നങ്ങ ആ മുഹാജിറായ ആൾമാർക്ക് സഹായാക്കങ്ങ. അങ്ങനെ അൻസാറിങ്ങ ചൊല്ലേ. ഇങ്ങനെ 2 വിഭാഗം ആൾമാറിനാർ. ഈ മുഹാജിറായ ആൾമാർ മക്കത്തിൽ നിക്കുക വാണ്ട്, മക്കത്തില് കഷ്ടം അതേപോലെ ഭയങ്കര ആ ഒരു അവസ്ഥയില് അങ്ങനെ കഷ്ടത്തിലും അങ്ങ് അവിടെ അടി കിട്ടിയോ ഇന്ന് അവിടെ അങ്ങനെ അടിച്ചോ ഇന്നാർ ശത്രുമാർ അങ്ങനെ ചാട്ടുവാറിലും അതേപോലെ അങ്ങനെ തുപ്പിയുണ്ടും അതേപോലെ അങ്ങനെ ഉപദ്രാക്കിയുണ്ടും അങ്ങനെ എന്തെല്ലാം ആക്കിയോ ഇന്നാർ സഹാബിർ അങ്ങനെ. അപ്പൊ അവിടെ മക്കത്തില് അങ്ങ് നിക്കുക വാണ്ട് അങ്ങനെ കുടുംബത്തെയും അങ്ങനെ ഔത്തരം അങ്ങനെ എല്ലാവരും അങ്ങനെ സമ്പത്തിനെ എല്ലാം വിട്ടിട്ടു അങ്ങ് മക്കത്തെ മദീനത്തേക്ക് പണ്ടേ മുഹാജിറായ ആൾമാർ. അപ്പൊ മദീനത്തേക്ക് വന്നപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറിൽ ഉള്ള ഒരാളും മുഹാജിറിലുള്ള ഒരാളും ജണ്ടാലെ ചങ്ങായിപ്പാടാക്കി കൊടുക്കുക ഞങ്ങക്ക്. അപ്പൊ ചങ്ങായിപ്പാടാക്കി കൊടുത്തപ്പ അൻസാറുമാരായ ആൾമാർ ഈ മുഹാജിറായ ആൾമാരെ സഹായാക്കറങ്ങ അൻസാറുമാരായ ആൾമാർ അങ്ങോട്ടേക്ക് കേക്കറ് നിങ്ങക്ക് എന്തിര വേണം, നിങ്ങക്ക് എന്തിര വേണം നിങ്ങൾ കേക്കറു, നിങ്ങക്ക് അവ വേണ ദാ ഔത്ത പാതിനങ്ങ നിങ്ങക്ക് തണ്ട അല്ലെ, നിങ്ങക്ക് ജാഗ്യ വേണ ജാഗ്യര പാതിനങ്ങ നിങ്ങക്ക് തണ്ട, നിങ്ങക്ക് കാശ് വേണ ഞങ്ങളെ പാതിര കാശ് നിങ്ങക്ക് തണ്ട, നിങ്ങക്ക് കച്ചവടത്തെ ഞങ്ങളെ കച്ചവടത്തെ ലാഭത്തെ പാതി വേണ ഞങ്ങൾ അത് തണ്ട. എത്രത്തോളം ചെന്നെങ്കിൽ നിങ്ങക്ക് ജഞ്ചണ്ട് പെഞ്ഞയുള്ള അൻസാറുമാരായ ആൾമാര് 2 പെഞ്ഞ ഇന്നങ്ങ സമയത്ത് ചൊന്നാറ് ഒരു പെഞ്ഞേരെ തലാക്കാക്കി നിൽക്കുന്നാണ് മങ്ങിലാക്കി തണ്ടാൻ. അത്ര വലിയ ഒരു സൗഹാർദ്ദത്തെ സഹാബിരങ്ങളെ കൂട്ടത്തിൽ ഇന്ന് അല്ലെ ഉണ്ട്. ഞങ്ങളെ അവസ്ഥ എന്തേ? ഞങ്ങ നക്കെന്തര കിട്ടണു അതേറ്റിക്ക് ഞങ്ങൾ ആഗ്രഹിക്കേ. അവനുക്ക് കിട്ടില്ലും വേണ്ടില്ല, അവൻ പൈച്ച് രക്ഷങ്ങും വേണ്ടില്ല, അവൻ എന്തരായെങ്കും വേണ്ടില്ല, അവന്റെ ബൈത്തിക്ക് കറ്റുകുത്തിയ സമയത്ത് ഞങ്ങ എന്താക്കുക ഞങ്ങളെ ആ ഹക്കിര ഞങ്ങൾ എടുക്കുക അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയെ പേര് എന്റെ മുസ്ലിം സമുദായത്തെ അവസ്ഥ. ഞങ്ങക്ക് അങ്ങനെ ആവത്തീറ. ഞങ്ങൾ ഒരു മുസ്ലിം ചെന്നെങ്കിൽ നക്ക് കിട്ടില്ലും വേണ്ടില്ല, നന്റെ സഹോദരക്ക് കിട്ടണു, നന്റെ ആ മുസ്ലിമായ ആളുകൾ കിട്ടണു ചൊല്ല ഒരു ഉദ്ദേശ അതേറ്റിക്ക് മുസ്ലിമരെ വലിയ ഒരു സൗഹാർദ്ദത്തെ ചൊല്ല ഒരു വിഷയ ഞങ്ങൾ മനസ്സിലാക്കണു. ഞങ്ങൾ അറിയുന്ന ഒരു വിഷയത്തിക്ക് അത് തീർത്തില്ല. ഒർക്ക യഹൂദിമാരായ ആൾമാരെ മദീനത്തെ ബനൂ നളീർ ചൊല്ലെ ഗോത്രത്തെ യഹൂദിമാരായ ആൾമാരെ പറത്തിട്ടാർ, മദീനത്തെ പറത്തിട്ടാർ മുസ്ലിം രംഗ. ആ സമയം ആ ടൈമിലു യഹൂദി രംഗ വിട്ടുപോയി എത്രമാ സ്വത്തിന്ത് എത്രമാ സമ്പത്തിന്ത്
ആ സമ്പത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറായ ആൾമാർക്ക് കൊടുത്തു. അൻസാർമാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അൻസാർമാർക്ക് എന്തും കൊടുത്തിട്ടില്ല, മുഹാജിറായ ആൾമാർക്ക് കൊടുത്തു. ആ ടൈമിൽ സമയത്ത അൻസാർക്ക് മുഹാജിറങ്ങൾക്ക് ഒരു അർസം ബന്തില്ല. ചൊന്തൈത്തിക്ക് ഖുർആൻ നമുക്ക് പഠിപ്പാട്ടെ. അൻസാർമാരായ ആൾമാർക്ക് അങ്ങനെ മനസ്സിൽ ഒരു തെല്ലും അർസ മുഹാജിർമാരായിട്ട് ബന്തില്ല. നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ ചൊല്ലുടെ ഒരു ഉദ്ദേശ അൻസാർമാർക്ക് ബന്തില്ല. ഇതായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പാട്ടെ. വല്ലദീന അതെ ഖുർആൻ എന്തിനാ ചൊല്ലുടെ അവിടെ വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന. അതെ അങ്ങനെ ഈമാനിലും അതേപോലെ അങ്ങനെ മനസ്സിൽ ഒരു ചെറിയൊരു ചഞ്ചല സമയത്ത് അങ്ങനെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. മാത്രല്ല അങ്ങ് എന്തൊരു ദുആർന്നേ, അങ്ക് വേണ്ടിട്ട് എന്തൊരു ദുആർന്നേ അൻസാറുമാരായ ആൾമാർ റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാഫാക്കിത്ത, അതേപോലെ ഞങ്ങളെ സഹോദരന്മാർക്കും നീ മാഫാക്കി കൊടു. അല്ലേ നോക്കുറീങ്ക എത്ര വലിയൊരു പിർസപ്പാടൈ തിന്ത്. അത് മാത്രല്ല ഞങ്ങൾക്ക് അങ്ങനെ മേൽ എന്തേ ഒരു അർസ ഉണ്ടുണ്ടായി ഞങ്ങളെ മനസ്സിൽ അങ്ങനെ എവിടെ വന്നിട്ടുണ്ടായെങ്കിൽ നീ അതിന് ഇല്ലാണ്ടാക്ക് റബ്ബ. ചൊന്തൈത്തിക്കര് അൻസാറുമാരായ ആൾമാര് ദുആർക്കരേ. അല്ലേ ഉണ്ട് ഞങ്ങെന്തേ ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങളെ സഹോദരന്മാർക്ക് എന്തേ ഒന്ന് കിട്ടുന്നുണ്ടായെങ്കിൽ അതുകൊണ്ട് ഇത് ഇല്ലാണ്ടാവട്ടു, നക്കത് കിട്ടട്ട് അങ്ങനെ ഇട്ടിക്കറ ഞങ്ങ ദുആർക്കരേ. ബട്ട് അൻസാർമാരായ ആൾമാര് അങ്ക് അങ്ങനത്തെ ദുആർനെ അല്ലാഹുവേ ഞങ്ങൾക്കും നീ മാഫാക്കിത്ത, അങ്കും നീ മാഫാക്കി കൊടു. ഞങ്ങളെ മനസ്സിൽ എന്തേ ഒരു അങ്ങനെ മേലുള്ള എന്തേ ഒരു ചെറിയൊരു അർസ ഉണ്ടുണ്ടായെങ്കിൽ ആ അർസത്തെ നീ ഇല്ലാണ്ടാക്ക് റബ്ബ. ചൊന്തൈറ്റിക്കർ അങ്ങ് ദുആർക്കരേ. അങ്ങനത്തെ ഒരു അവസ്ഥ സഹാബിരങ്ങളെ അല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ തിന്ത് അതെ സഹാബിരങ്ങളെ അൻസാറുമാരായ ആൾമാരുടെ അവസ്ഥ. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ഒരു മുഅ്മിനായ മനുഷ്യ ദുആർക്കറ, അവന്റെ സഹോദരക്ക് വേണ്ടി ദുആർക്കറ. സഹോദര അവന്റെ മുട്ടില്ല, അവന്റെ മുട്ടില്ല, അവന്റെ മുട്ട ഇല്ലാണ്ട് അവന് ദുആർക്കറാണ്ടായെങ്കിൽ ആ ദുആ ആക്സെപ്റ്റ് ആവുരമേ, അതിൽ ഒരു സംശയം വേണ്ട. അള്ളാഹു ಅದಕ್ಕೆ ജവാബ് കൊടുക്കരമേ ചൊന്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ട്. അപ്പൊ ഒരു മുസ്ലിം ഒട്ടിക്കുള്ള ബാധ്യത എന്തെല്ലാം, ഒരു മുഅ്മിനായ ആളൊട്ടിಗೆ എന്തെല്ലാം ബാധ്യത ഉണ്ട്, അവിടെ ഇസ്ലാമിന്റെ സൗഹാർദ്ദത്തെ എന്തിനെ ഞങ്ങൾക്ക് അവിടെ പടിപാട്ടേ. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു വിഷയത്തിക്കര് തീന്തില്ല. യർമൂക്ക് യുദ്ധത്തില് 3 സഹാബിരങ്ങളുടെ ചരിത്ര നിങ്ങൾ കേട്ടിട്ടിക്കുവാർ അല്ലേ. യർമൂക്ക് യുദ്ധത്തില് എല്ലാരും യുദ്ധാക്കി വയ്ക്കുമ്പോ, എല്ലാരും ശത്രുമാരൊട്ടിಗೆ ಹೋರಾಟಾക്കി വയ്ക്കുമ്പോ 3 സഹാബിരങ്ങ മറിക്കിര ടൈമു അല്ലേ, മറിക്കിര ടൈമു. ആ മറിക്കിര ടൈമില് ഒരു സഹാബി ജോറ് ಬೊಬ್ಬಿಟ್ಟು തന്നിക്ക് വേണ്ടിട്ട് ಬೊಬ್ಬಿಟ್ರೆ കുടിക്കോക്ക് തന്നി തറു ചൊന്തു. അങ്ങനെ ബാക്കിന്റെ സഹാബിരങ്ങ തന്നിരെ ഡ്യൂട്ടി ഉള്ള സഹാബിരങ്ങ ആ തന്നിരെ കൊമന്ത് അതെ അയാളുടെ ബായിക്ക് ബീത്തൊമ്പൈത്തിക്കറ് പിന്നൊരു സഹാബി ಬೊಬ್ಬಿಟ್ರೆ തന്നി വേണു മറിക്കിര നേരത്തേക്ക് തന്നി വേണു ചൊന്തു ಬೊಬ್ಬಿಟ್ರೆ. അപ്പൊ ഈ സഹാബി ഈ കുടിക്കോ പോണ്ട സഹാബിരെ കാത് കേക്കറ്. ആ സഹാബി ചൊല്ലതാ അപ്പുറത്ത് പോയിട്ട് കൊടുക്കൊറു, നക്ക് വേണ്ട അവിടെ പോയിട്ട് കൊടുക്കൊറു. അങ്ങനെ ഈ സഹാബിരങ്ങ പോയിട്ട് അവിടെ പോയിട്ട് അയാളുടെ ബായിക്ക് രണ്ടാമത്തെ ആളുടെ ബായിക്ക് ബീത്തുമ്പോ പിന്നൊരു സഹാബി അവിടെ ബൊബ്ಬಿಟ್ರೆ തന്നി മരിക്കിറത്തേക്ക് തന്നി വേണു കുടിക്കു തന്നി തറു. അപ്പൊ ഈ സഹാബി രണ്ടാമത്തെ സഹാബിക്ക് കേക്കറ്. ആ സഹാബി ചൊല്ല നക്ക് വേണ്ട അവിടെ പോയിട്ട് കൊടുക്കൊറു, അവിടെ അയാള് കുടിക്കട്ട്. അങ്ങനെ മൂന്നാമത്തെ സഹാബിര മുട്ട ഈ സഹാബിരങ്ങ പോയിട്ട് തന്നി കൊടുക്കോ പോകുമ്പോ ആ സഹാബി മറിച്ച് തിക്കറ്. പിന്നെ അങ്ങ് ഓപ്പസ് ഒന്നാമത്തെ സഹാബി ആ സഹാബിരൊട്ടിಗೆ ಬಂಡಾറ്, അവിടെ അയാൾക്ക് തന്നി കൊടുക്കോ പോണ്ടാറ്, അയാളും മറിച്ച് തിക്കറ്. പിന്നെ രണ്ടാമത്തെ ബൊബ്ಬಿಟ್ಟು ആ സഹാബിര മുട്ട ಬಂಡಾറ്, ആ സഹാബിക്കും തന്നി കൊടുക്കോ പേരിക്കാറ്, അയാളും മറിച്ച് തിക്കറ്. ഈ ലോകത്തെ മുട്ടുപോയി തിക്കറാറ്. അങ്ങനെ 3 സഹാബിരങ്ങം തന്നി കുടിക്കാണ്ട് അങ്ങ ഈ ലോകത്തെ വഫാത്തായി പോയാറ്. എന്തേ കാരണ ഞങ്ങൾക്കില്ലെങ്കും വേണ്ടില്ല, ഞങ്ങൾ മറിച്ചെങ്കും വേണ്ടില്ല, ഞങ്ങൾ സഹോദരന്മാരെ കിട്ടണു, അവണു കിട്ടണു ചൊല്ലുടെ ഒരു ഉദ്ദേശ. ആ ഒരു വലിയ സൗഹാർദ്ദത്തെ, ആ ഒരു പിർസപ്പാട്, ആ ഒരു കാരുണ്യ അതൈട്ടിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടെ. എല്ലാ തന്റെ വലിയൊരു കാരുണ്യ അതൈട്ടിക്കറ്, എല്ലാ തന്റെ വലിയ സൗഹാർദ്ദത്തെ. ആ ഒരു സൗഹാർദ്ദത്തെ വിഷയത്തില് ഞങ്ങൾ മനസ്സിലാക്കണം ചങ്ങായിമാരെ, ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ. ഞങ്ങൾ ആൾമാരെ ഫിത്തനും ഫസാദ് ഉണ്ടാക്കിയിട്ടും നല്ല ചങ്ങായിമാർ ഇന്നലെ സമയത്തെ അങ്ങനെ ബെടുക്കാക്കറങ്ങ എത്തിക്കറാറ്. ഞങ്ങൾ അല്ലേ അവിടെ ഊടെ കൂത്തരെ ഊടത് അവിടേക്ക് കൊടുക്കുറേ, അവൻ അങ്ങനെ ചൊന്ന ഓൻ ഇങ്ങനെ ചൊന്ന ഫിത്തനും ഫസാദാക്കി നടക്കറേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മുസ്ലിം സമുദായത്തേക്ക് കൊകുത്തീരാ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അതെ കണ്ടിത്തമായിട്ടും അത് എതിർത്ത ഒരു വിഷയത്തിക്കറ് ലാ യദ്ഖുലുൽ ജന്നത നമ്മാം ഒർക്കും നമീമത്ത് കാട്ടുന്ന ഒർക്കും സ്വർഗ്ഗത്തുക്ക് പോവാല അവനൊർക്കും സ്വർഗ്ഗത്തുക്ക് പോവാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പൽക്കൈത്തിക്കുന്നത് അപ്പ ആ ഒരു വിഷയം ഞങ്ങൾ യാരെ ജാഗ്രത ആക്കണു ഫിത്തനും ഫസാദാക്കിനെ വിട്ടിട്ടു അർസ അല്ലെ മനസ്സില് ഹസദ് നഞ്ചിനർക്ക ഇതൊന്നും മിക്കൊകുത്തീറ മനസ്സെപ്പം ഒരു ക്ലീനിക്കണു മനസ്സെപ്പം ഒരു നിഷ്കലന്തിക്കണു മനസ്സിലെപ്പം ഒരു ഇഖ്ലാസിക്കണു ഞങ്ങളെ സഹോദര ചൊല്ലുന്ന ഒരു ഭാവന ഞങ്ങളെ മനസ്സിലെപ്പം പറഞ്ഞു അവനൊക്കെ അടിക്കുക ബന്ധം സമത്ത ഞാൻ അവനുക്ക് അടിക്കാല ചൊല്ലൊരു നീയത്തെ എത്തിക്കണു ഞങ്ങളെ മനസ്സിൽ ഉണ്ടാവുനായേ അതേ ടിക്കറ് ഹാബിലും കാബിലെ ചരിത്രത്തില് ഞങ്ങൾക്ക് കാണുക സാധ്യല്ലേ അല്ലേ ഹാബില് കാബില് ജണ്ടാല് ആദം നബിയുടെ മക്ക ആ ആദം നബിയുടെ മക്ക ജണ്ടാൽ അടിയാകുമ്പോ അവിടെ ഹാബിലൊട്ടിಗೆ ചൊല്ലേ ഞാൻ നിന്റെ കൊല്ലുരമേ ഹാബിലൊട്ടിಗೆ ചൊല്ലേ ഞാൻ നിന്റെ കൊല്ലുരമേ അപ്പ ഹാബിൽ കാബിലൊട്ടിಗೆ ചൊല്ലേ എന്തിനു ചൊല്ലേ ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ഇലൈക ലിഅഖ്തുലക നീ നന്റെ കൊല്ലുകു നിന്റെ കൈര നന്റെ മുട്ട നീട്ടെങ്കും ഞാൻ നിന്റെ കൊല്ലുകു നന്റെ കൈര നിന്റെ മുട്ട നീട്ടാല നാ കൊല്ലാല അങ്ങനല്ല ഞാൻ പഠിച്ചിരേ ചൊന്തു ഹാബിൽ കാബിലൊട്ടിಗೆ ചൊല്ല ഒരു പൽക്ക നമുക്ക് അവിടെ കാണുക സാധ്യമുണ്ടു അതേ ടിക്രി എല്ലാ തന്റെ വലിയ ഈമാണ് അതേ ടിക്രി ഒരു മുഅ്മിന് അതേ ടിക്രി ഒരു മുസ്ലിമു ആറ് യന്ത്ര ആക്കുന്ന സമയത്ത ನಾನು ಸೊಬರಡ್ಕ್ರೆ ಆ ಚೊಲ್ಡರ ಉದ್ದೇಶ ಆ ഒരു സൗഹാർദ്ദത്തെ നന്റെ സഹോദര ഓണു നന്റെ ചങ്ങായി നന്റെ അയൽവാസി ഇത് ഇങ്ങനത്തെ ഒരു ഭാവന നമുക്ക് ഉണ്ടാവണം അല്ലെ ഞങ്ങള് നിരക്കിറങ്ങൾട്ടിಗೆ പിർസ കാട്ടണു ഇതും ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടറ് നിരക്കിറങ്ങ പട്ടിണിലിക്കുമ്പോ ഒരാൾ ബയർ നിറച്ച് തിന്നിറാണ്ടായെങ്കിൽ അവൻ നന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല അവൻ മുസ്ലിം അല്ല ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ് അവനുക്ക് ഫസ്റ്റ് ബയർ നിറച്ചിട്ട് അവനുക്ക് കൊടുത്തിട്ടു അതിൽ പിന്നെ ഞങ്ങൾ തിന്നനായ അതേ ടിക്കറി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടറ് എന്തേ ഒരു സാമന ഞങ്ങൾ ഔത്തുല ആക്രാണ്ടായെങ്കിൽ അതേ ഒരു കറി ആക്രാണ്ടായെങ്കിൽ ആ കറിക്ക് തന്നി ബീത്തിട്ടെങ്കും നിന്റെ ഔത്തുലു അവന് കൊടുക്കില്ല ആയെങ്കും അവനുക്ക് തന്നി ബീത്തിട്ടെങ്കും കൊടുക്കണു ഇതേ ടിക്കറി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടറ് അത്ര ഒരു സൗഹാർദ്ദത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടറ് നന്റെ പിർസത്തെ ചങ്ങായിമാരെ സഹോദരന്മാരെ അത് കൈത്ത് ഈ ഒരു വിഷയ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കണു ഇസ്ലാം ഭയങ്കര സാഹോദര്യത്തുള്ള ഒരു ധർമ്മ ഇത്തിക്കറ് ഇസ്ലാം ഭയങ്കര കാരുണ്യത്തെ ഒരു ധർമ്മ ഇത്തിക്കറ് ഇസ്ലാം ഭയങ്കര ഒരു സ്നേഹത്തെ ഒരു അതേ എല്ലാ തന്റെ യാറെ പിർസപ്പാട് കാട്ടുற ഒരു ധർമ്മ ഇത്തിക്കറ് ആ ധർമ്മത്തെ വിഷയം പഠിക്കും ഇസ്ലാമിന്റെ വിഷയം പഠിക്കും അതനുസരിച്ച് ജീവിക്കും ഞങ്ങളെല്ലാവരും അതുക്ക് വേണ്ടിട്ട് പരിശ്രമാക്കണു അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് തപ്പരെ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തപ്പറും അല്ലാഹു ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ അതേപോലെ ഞങ്ങളെ മനസ്സിൽ എന്തിരല്ല ഞങ്ങൾ മുസ്ലിമായ ആൾമാരൊട്ടിಗೆ എന്തിരല്ല അർസുണ്ട എന്തിരല്ല ഹസദുണ്ട അതിരെല്ലാം അല്ലാഹു ഇല്ലാണ്ടാക്കി തരട്ടെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബൻ നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. പിർസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ, the miracle exhibition on Islam ചിലരോ ഒരു എക്സിബിഷനിലെത്തിക്കറ് ഞങ്ങെല്ലാറുമുള്ളൂ. ഈ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോമേ ಅದರ ಎಡಲು ದೀನಿ ಕ್ಲಾಸ್ നടന്നോന്തുള്ളോ ഒരു സദസ്സിലെത്തിക്കറ ഞങ്ങെല്ലാറുമുള്ളൂ. അൽഹംദുലില്ലാഹ് ഞങ്ങള് ഇന്നലത്തെ ഒരു നാൾ കഴിഞ്ഞു പോയിട്ട് കഴിഞ്ഞ നാളില് ഞങ്ങളോ ഈ എക്സിബിഷൻ നോക്കുക വന്നോ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങൾക്ക് ചൊമ്മ ആൾമാര് ഫീഡ്ബാക്ക് എഴുതി തന്നിറാർ. ആ ഫീഡ്ബാക്ക് ഓതി ഞങ്ങൾക്ക് ഈ ഞങ്ങ എക്സിബിഷൻ ആക്കിയോ ഞങ്ങളെ ഉദ്ദേശ അൽഹംദുലില്ലാഹ് പൂർത്തിയായോണ്ടുണ്ടു ചൊന്തു ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യവും. സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്നലെ വന്നോ ഞങ്ങളെ സഹോദരന്മാർ സ്പെഷ്യലായിട്ട് മുസ്ലിം അല്ലാത്തോ ആൾമാർ കൂടെ വന്നിട്ട് ഞങ്ങൾ ഈ എക്സിബിഷൻ നോക്കിയതില് അങ്ങ് തന്ന അഭിപ്രായത്തില് അങ്ങ് തന്ന ഫീഡ്ബാക്കില് ഒന്ന് രണ്ട് ഞാൻ നിങ്ങളെ മുന്നലു ചെല്ല ഉദ്ദേശിക്കര. ഒരാള് അയാള് ചെല്ലറോ ആറ് അള്ളാഹു ചൊന്നിട്ടു നക്ക് ഈ ഒരു എക്സിബിഷൻ വന്നിട്ട് ഊർത്തോ പാനൽ ഓതി തീരുമ്പോ നക്ക് മനസ്സിലായിത്തേ. രണ്ടാമത്തെ ഒരാള് അയാള് വന്നിട്ട് അയാളുടെ ഫീഡ്ബാക്കിൽ എഴുതിയത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണുക സാധ്യവും. നാണ് ഇസ്ലാമുടെ വിഷയത്തില് എന്തെല്ലാം തപ്പു വിചാരിച്ചിട്ടിന്ന ഇസ്ലാം എന്തിനേട്ട് നക്ക് ആൾമാറ് ചൊന്നതാ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറില് അതേപോലെ ചാനലില് കണ്ടിട്ട് ഇസ്ലാം ചൊല്ലത് അതൊരു ബാൻഡാത്ത രൂപത്തിൽ നാണ് മനസ്സിലാക്കിട്ടിന്ന. അൽഹംദുലില്ലാഹ് നിങ്ങൾ ഈ എക്സിബിഷൻ നോക്കിയ സബലു എക്സിബിഷനിൽ കണ്ട ഈ പാനലിനൊക്കെ നോക്കിട്ടാകുമ്പോ നേരായിട്ടുള്ള ഇസ്ലാം എന്തോ ഇസ്ലാം ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾക്ക് എന്തോ പടിപ്പാട്ടി തണ്ടോ ചൊല്ലോ ആ യഥാർത്ഥ ഇസ്ലാമറോ നക്ക് മനസ്സിലാക്കുകയിട്ട് ചൊന്നിട്ടു അയാളുടെ ഫീഡ്ബാക്കിൽ എഴുതിട്ട് ഞങ്ങളെ ഫീഡ്ബാക്കറോ ആ ബോക്സിൽ അയാൾ ഇട്ടുപോയിട്ട്. ನನ್ನ ಪಿರ್ಸತ್ತ ಸಹೋದರನ್ಮಾರ ಸಹೋದರಿಮಾರ ನನ್ನ ಉದ್ದೇಶಿಚ್ಚೋಂಟುಳ್ಳ ಇದೆ ಈ ಒಂದು ಉದ್ದೇಶ അത് പൂർത്തിയായോണ്ടുണ്ട് ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണു. ഇനി പണ്ട് നാള് ഇണ്ട് ഇപ്പ ഈ മഗ്രിബിൽ പിന്നെ ഇശാ തോലു ഒലിമ്പര ഗಂಟ തോലു ഊട പണ്ട് സഹോദരന്മാരും സഹോദരിമാരും നാളെ സുബയിൽ പിന്നെ അതേപോലെ ഞായറാഴ്ച തോലു പണ്ട് എല്ലാ സഹോദരിമാരും അങ്ങ് എഴുതി വെച്ച ഫീഡ്ബാക്ക് ഞങ്ങൾ ഒന്ന് ഓതി നോക്കണു. അങ്ങ് എഴുതിയ ഫീഡ്ബാക്കില് ഞങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാവും സഹോദരന്മാരെ.
ഇനി ഞങ്ങളെ വലിയ ഒരു കർത്തവ്യം എന്തിനായിട്ട് ചൊന്നെങ്കിൽ ആ ഞങ്ങളെ റായത്തിലുള്ളോ നിങ്ങളെ ഓരോ പ്രദേശത്തിലുള്ളോ നിങ്ങളെ ഓരോ നിരക്കരലുള്ളോ ആൾമാരൊട്ടിಗೆ നിങ്ങൾ അവിടെ പോയിട്ട് ചൊല്ലണം. ഈ ഒരു ഇന്ന ജാഗത്തില് നെഹ്റു മൈതാനത്തിൽ വെച്ചിട്ട് ഇസ്ലാമുടെ വിഷയത്തിൽ ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടോ, അവിടെ നിങ്ങൾ പോണു, ഇസ്ലാമുടെ വിഷയം പഠിപ്പാട്ടണോ, ആ ഇസ്ലാമുടെ വിഷയം നിങ്ങൾ നോക്കിയിട്ട് പഠിക്കണോ ചൊന്നിട്ടു ആ ഈ ഒരു പ്രദേശത്തേക്ക് അങ്ങനെ വിളിക്കരുത്, നിങ്ങളെ മേലെ നിർബന്ധിക്കരുത്. കാരണം നിങ്ങൾക്ക് ചൊല്ലുകാവാത്തത് ഊടെ വിശദീകരണ ആക്കി കൊടുക്കൂ. ഊടെ സഹോദരന്മാരുള്ളാറ് അതേപോലെ സഹോദരിമാരുള്ളാറ് അങ്ങ വിശദീകരണ ആക്കുമ്പോ ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖാന്തര അങ്ങക്ക് ഹിദായത്ത് കൊടുക്കുക ചാൻസ് ഉണ്ട്. ആരതും ഇതൊരു ബലത്കാരായിട്ട് ബലിക്കുകല്ല നിങ്ങൾ ചൊന്നോത്തുള്ളൂ. ബലത്കാരമായിട്ട് ഈ ഒരു മൈതാനത്തേക്ക് നിങ്ങൾ കുട്ടിയും ബന്ത് അങ്ങനെ നിങ്ങൾ ഇസ്ലാം ആക്കണോണ്ടല്ല ഞങ്ങൾ ഊടെ നിങ്ങളൊട്ടിಗೆ ചൊന്നോത്തുള്ളതിന് അർത്ഥം. ഊടെക്ക് വന്നിട്ട് ആ ഓരോ സഹോദരന്മാരും സഹോദരിമാരും ഇസ്ലാമുടെ വിഷയ തಪ್ಪು മനസ്സിലാക്കിട്ടില്ലെങ്കിൽ ಅದರ യാഥാർത്ഥ്യ ഈ ഒരു എക്സിബിഷൻ ಮೂಲಕ ಅಂಕ മനസ്സിലാക്കുക സാധ്യ ಅವರು. അല്ലെങ്കിൽ അല്ലാഹു ചൊന്നെങ്ക ആറ് ചൊന്നിട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആറിട്ട് പിടില്ലാത്ത ഈ റായത്തുള്ള സമൂഹത്തിക്ക് ആൾമാറുകെ ആ അല്ലാഹു ആറിട്ട് തെരിപ്പാട്ടി കൊടുക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നല്ല മനുഷ്യയിട്ടിಂತೆ എത്ര പിർസത്ത ഒരു മനുഷ്യയിട്ടിಂತೆ ചൊന്തു തെരിപ്പാട്ടി കൊടുക്കുകയോ ഈ ഒരു എക്സിബിഷൻ ಮೂಲಕ ഇൻഷാ അല്ലാഹ് ആ ಉಂಟು ഞങ്ങ വിചാരിക്കുന്നു സഹോദരന്മാരെ. ഞങ്ങ ഇന്നലത്തോ ആ ഫീഡ്ബാക്ക് ഓതുമ്പോ ഞങ്ങൾക്ക് മനസ്സിലായിരോ ഈ ഒരു എക്സിബിഷൻ ಮೂಲಕ അല്ലാഹു ആറിട്ട് ഞങ്ങൾക്ക് ആൾമാർക്ക് തിരിഞ്ഞോണ്ടുണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആറിട്ട് ഊർത്തെ ആൾമാർക്ക് തിരിഞ്ഞോണ്ടുണ്ടു. ദീനുൽ ഇസ്ലാം ഈ സമൂഹത്തിക്ക് പഠിപ്പാട്ടി കൊടുത്തോണ്ടുള്ളേ യാഥാർത്ഥ്യം എന്തോ ചൊന്ത ആൾമാർക്ക് മനസ്സിലായോണ്ടുണ്ടോ. എന്റെ ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലും അതേപോലെ സോഷ്യൽ മീഡിയയില് അതേപോലെ ചാനലില് അങ്ങ് കൊടുത്തോണ്ടുള്ളത് അത് യാഥാർത്ഥ്യമാ അല്ല അങ്ങ് ബെർത്തുകും ആൾമാരുടെ മങ്കാക്രമാ ചൊന്നിട്ടു ഈ ഒരു യാഥാർത്ഥ്യ ഞങ്ങളെ എക്സിബിഷൻ ಮೂಲಕ ആൾമാർക്ക് തിരിഞ്ഞോണ്ടുണ്ടു. ഇനി പണ്ട് നാളില് നണ്ടത് എതിരിൽ തെച്ചോണ്ടുള്ളോ എല്ലാ സഹോദരി സഹോദരന്മാരും ഈ റായത്തിലുള്ള ഇസ്ലാമിന്റെ വിഷയത്തിൽ തಪ್ಪു മനസ്സിലാക്കിയിട്ടുള്ള ആൾമാരോ വിളിച്ചും അങ്ങനെ കുട്ടിയും വന്നിട്ട് കാട്ടിക്കൊടുക്കരുത്. ഞങ്ങളെ ഓരോരുത്തരുടെ മേലെ ബാധ്യത എത്തിക്കുന്ന സഹോദരന്മാരെ ഇത്തരം ചൊന്നിട്ടു ഞാൻ എന്റെ വിഷയ കണ്ടിന്യൂ ആക്കുറ. സഹോദരന്മാരെ സഹോദരിമാരെ ആത്മസംസ്കരണ ചൊല്ലോ ഒരു വിഷയത്തിലെത്തിക്കറ് തെല്ല് നേര കൊറിയ നേര നിങ്ങളെ മുന്നോളൂ നക്ക് പൽക്ക ಬರೆಯಗೂ ಚಾನ್ಸ್ ತಂದರು. ഞങ്ങളെ ഈ മനസ്സറോ ആ മനസ്സറോ ഞങ്ങൾ ഏത് രൂപത്തിൽ ശുദ്ധിയാക്കണോ ചൊന്നിട്ടുള്ളേ ഒരു വിഷയത്തിക്കറ് നന്റെ മുന്നോള് ചൊന്നറോ ഈ ഒരു ആത്മ ഞങ്ങളെ ഈ മനസ്സറോ ശുദ്ധിയാക്കറോ അത് അല്ലാഹുറോ അല്ലെങ്കിൽ ഞങ്ങളെ ഉണ്ടാക്കിയോ ആ അല്ലാഹുറ ನೆನಪಾക്കിട്ടೈತಿക്കറ്. ഇണ്ട് എല്ലാ ബാൻഡാത്തരത്തിക്ക് പോണ്ടവനും എല്ലാ ബാൻഡാത്തര വീഡിയോസ് നോക്കുന്നവനും എല്ലാ തര ബാൻഡാത്തത് നോക്കുന്നവനും കേൾക്കുന്നവനും ಅದರ ಪೆರೌಲ್ ನಡೆದೋಂಟುಲ್ಲವನು ಅವನಿಗೆ ಅಲ್ಲಾಹುರ ವಿಷಯത്തില് ಅವನು മനസ്സിലാക്കിരാണ്ട് കണ്ടെങ്കിൽ സദാ സമയ ജാവുകു ഇരുട്ട് ആർക്കും കാണാത്ത ജാവു പോലും ഇലാഹായ റബ്ബു നന്റെ നോക്കിക്കൊണ്ടുണ്ട് ചൊന്നിട്ടുള്ളേ ആ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ട് കണ്ടെങ്കിൽ ഒരിക്ക പോലും അവನು അങ്ങനത്തെ ഒരു ബാൻഡാത്തര കാണാല അങ്ങനത്തെ ഒരു ബാൻഡാത്തര ಅವನು കേൾക്കാല അങ്ങനത്തെ ബാൻഡാത്തര ಅವನು ഉദ്ദേശിക്കുക പോലും സാധ്യയില്ല. അല്ലാഹുര വിഷയത്തില് അവನು മനസ്സിലാക്കണു ആ റൈത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തില് ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതീർണാക്കിയതായോ ആ അല്ലാഹു ഞങ്ങക്കത് പഠിപ്പാട്ടി തണ്ട്. അല്ലാഹു ചൊല്ற അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ അല്ലാഹു വൈത്തിക്ര ഈ ഭൂമി ലോകത്തിൽ നിങ്ങൾ കണ്ടോണ്ടുള്ളതും ആകാശത്തിൽ കണ്ടോണ്ടുള്ളതും ഈ ആകാശം ഭൂമിയും അതിലെ ഉൽഗത്തിലുള്ള എല്ലാ ഒന്നൊന്നും കാണ്ടതും കാണാത്തതും ചെറിയതും വലിയതുമായ എല്ലാ ഒന്നൊന്നറും ഉണ്ടാക്കിയോ ആ അല്ലാഹു വൈത്തിക്ര ഈ കാണ്ടതും കാണാത്തതുമായ ചെറിയതും വലിയതുമായ എല്ലാ ഓരോ വസ്തുവും ഉണ്ടാക്കിയ ആർക്ക് വേണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ற ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ
ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ എല്ലാ ഒന്നൊന്നരും ഉണ്ടാക്കിയ മനുഷ്യന്മാരെ നിങ്ങൾക്ക് വേണായിട്ടിക്കറേൻ, മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് വേണായിട്ടിക്കറേ. അല്ലാഹു ഈ കാണ്ട ഒന്നൊന്നരും ഉണ്ടാക്കിയ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടി ഉണ്ടോ. ആ അല്ലാഹു ഈ മനുഷ്യരെ ഉണ്ടാക്കിയ എന്തുകി അതും ഒരു ലക്ഷ്യത്തെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. അല്ല നിങ്ങൾ വിചാരിച്ചോണ്ടുള്ളാറാ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുട്ടരൻ ചെന്നിട്ടോ പൈ നടന്ന പോലെ, അതേപോലെ കന്നുകാലി ഊടെ ജീവിച്ചിട്ട് ചത്തുപോണ്ട പോലെ നിങ്ങൾ അങ്ങനെ വെറുതെ ഊടെ വന്നിട്ട് നിങ്ങൾ വിചാരിക്കാറാ? ഇല്ല സഹോദരന്മാരെ, ഒരു ലക്ഷ്യത്ത് കൈത്തിക്കര്. ആ ഒരു ലക്ഷ്യം എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിലെ ചൊല്ലുന്ന ആ ഒരു ആയത്ത് ഞങ്ങളെ എല്ലാ കാതിലും എല്ലാ സ്പീച്ചിലും കേട്ടോണ്ടുള്ള ഒരു ആയത്ത് എത്തിക്കര്. അത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ മനുഷ്യരും ജിന്നറും അല്ലാഹു ഉണ്ടാക്കിരോ. അല്ലാഹു ചൊല്ലോ ನಾನು മനുഷ്യരും ജിന്നറും ഉണ്ടാക്കിരോ നണ്ടൊട്ടിക ഇബാദത്ത് നക്ക ഇബാദത്താക്കുക വേണായിത്തിക്കരേൻ. അല്ലാഹു ഞങ്ങളെ ഈ ഭൂമി ലോകത്തില് ഞങ്ങളെ പടക്കുകോ ആദം നബിര സന്താനത്തെ പടക്കുകോ ഒരു കാരണുണ്ടോ അവനുക ഇബാദത്താക്കുകോ. ഇബാദത്ത് ആരാധന, അതായത് നിസ്കാര, നോമ്പു, സകാത്ത്, അതേപോലെ സദഖ, ഹജ്ജ്, അങ്ങനെ ഇബാദത്തുക്ക് വേണ്ടി പ്രാർത്ഥന, ദുആ, ഇസ്തിആനത്ത്, ഇതെല്ലാം അല്ലാഹുരൊട്ടിക മാത്രമേ ഞങ്ങൾ കേൾക്കണോ ചൊല്ലെ ഒരു ഉദ്ദേശത്ത് കൈത്തിക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഉണ്ടാക്കിരോ ഇതൈത്തിക്കര്. ഈ അല്ലാഹു ഈ ഭൂമിയും ആകാശത്തെ ഉണ്ടാക്കുള്ള കാരണ, മനുഷ്യരെ ഉണ്ടാക്കുള്ള കാരണ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന. ഞങ്ങൾ എത്ര അല്ലാഹുരെ മനസ്സിലാക്കിര. ആ അല്ലാഹുരെ സിഫത്തും അല്ലാഹുരെ അസ്മാ ഞങ്ങൾ എല്ലാ ഓരോരുത്തരും പഠിച്ചിട്ട് മനസ്സിലാക്കണോ. അല്ലാഹു അവನು അൽ ബസീർ ಐತಿಕ್ರ. ಅವನು എല്ലാം കാണ്ടവനೈತಿಕ್ರ. ಅವನಿಗೆ ചെറിയത് ಅವನಿಗೆ ಬೆಳೆಯದು അതേപോലെ ಅವನಿಗೆ ಕಾಂಡದು ಅವನಿಗೆ ಕಾಣಾತದು ಚೊಂದಿಟ್ಟು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಗಿಲ್ಲ. ಅವನು എല്ലാം കാണ്ടവനൈತಿಕ್ರ. ಅವನು അൽ ബസീർ ಐತಿಕ್ರ. എല്ലാ ചെറിയതും വലിയതും റൂമർ ഉൽഗ ആരും കാണാണ്ട് ലൈറ്റ് ഓഫ് ആക്കിട്ടാക്കട ഹറാമിയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണ്ട. ആരും കാണാണ്ട് രഹസ്യയിട്ട് ഒരു റൂമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ട് ഇബാദത്താക്കട ഇബാദത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടോണ്ടിക്ര. അസ്സമീഅ് അവನು എല്ലാം കേൾക്കുന്നവനൈതിക്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാത്തത് ഒന്നുമില്ല. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ വഇൻ തജ്ഹർ ബിൽ ഖൗൽ ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫാ. നിങ്ങൾ ജോറ് പൽക പറഞ്ഞെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കേൾക്കറ്. അല്ല നിങ്ങൾ ഗുട്ട് ചൊല്ലെ ആ മെല്ലെ പൽക പറre ഗുട്ടുള്ള നിങ്ങൾ പൽക പറഞ്ഞെങ്കു പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ്. അത് മാത്രമല്ല നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എട്ട് ബൈക്കറെ ആ ഒരു പൽക പോലും രഹസ്യത്തെ നിങ്ങളെ മനസ്സിൽ ബൈക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ് ചൊന്തു ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പാട്ടി തണ്ട്. അവനൈതിക്ര അസ്സമീ. ആ കാണ്ടെ എല്ലാം കാണ്ടെ ആ അല്ലാഹു ഞങ്ങ റൂമറുൽಗೆ വെച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങ വേണ്ടാത്തര കാട്ടിക്കൊണ്ടിരിക്കുമ്പോ, വേണ്ടാത്ത വീഡിയോസ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, വേണ്ടാത്ത ഫോട്ടോസ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, വേണ്ടാത്തതിന്റെ പിറവിൽ ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോ, ഞങ്ങൾ മാളുകും അതേപോലെ വേണ്ടാത്ത മാർക്കറ്റിൽ പോയോണ്ടിരിക്കുമ്പോ അവിടെ വേണ്ടാത്തത് കണ്ടെങ്കിൽ വേണ്ടാത്ത വീഡിയോസ് ഞങ്ങൾ നോക്കിയെങ്കിൽ അത് നിങ്ങളെ പിറവിലു നിങ്ങളെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടോണ്ടുണ്ടു ചൊന്നിട്ടു ഞങ്ങൾ മനസ്സിലാക്കിയാണ്ട് കണ്ടെങ്കിൽ വേണ്ടാത്തത് കേൾക്കുമ്പോ, വേണ്ടാത്ത പാട്ട് കേൾക്കുമ്പോ, വേണ്ടാത്ത വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെ കേൾക്ക് അതിലെ ഒരു മ്യൂസിക് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ ഈ മ്യൂസിക് അല്ലാഹു ഹറാമാക്കിയ അല്ലാഹു ഞങ്ങൾക്ക് നിഷിദ്ധമാക്കിയതായി ഇതോ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങൾ കേട്ടാണ്ട് കണ്ടെങ്കിൽ നാളെ അല്ലാഹു ഇത് അല്ലാഹു കേട്ടോണ്ടുള്ള ഇത് അല്ലാഹു കണ്ടോണ്ടുള്ള
ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കിയാൻ കണ്ടെങ്കിൽ ഒർക്ക പോലും ഞങ്ങൾക്ക് ഹറാമാക്കുക സാധ്യമില്ല. ഞങ്ങളെ മനസ്സുറോ ഞങ്ങൾക്ക് ശുദ്ധിയാക്കുക സാധ്യ ಅವರು. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എല്ലാ സന്ദർഭത്തിലും എല്ലാ ടൈമിലും അല്ലാഹുവിനെ പേടിച്ചോണ്ടിരുന്നാറ്. ഒരു മുഅ്മിൻ അവന്റെ വിശേഷണം എന്തോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. മുഅ്മിൻ എന്ന് ചൊന്നെങ്കിൽ അവനുക്ക് അല്ലാഹുവിന്റെ സ്മരണ ബന്തെങ്കിൽ അവന്റെ കംപ്ലീറ്റ് വജിലത് ഖുലൂബുഹും, അവന്റെ കൽബ് കംപ്ലീറ്റ് ബർന്നിട്ട് പോണ്ടു ചൊന്തു അല്ലാഹു നമുക്ക് പടിപ്പാട്ടി തണ്ട. വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിൻറങ്ങളോ ലക്ഷണം അല്ലാഹു അങ്ങനെ ലക്ഷണം നമുക്ക് പടിപ്പാട്ടി തണ്ടോ. ഖുർആൻ ഓതുമ്പോ ഖുർആന്റെ ആയത്തങ്ങ് പഠിക്കുമ്പോ ഖുർആന്റെ അർത്ഥത്തിക്കങ്ങ് പോയെങ്കിൽ ഖുർആന്റെ തഫ്സീറിക്കങ്ങ് പോയെങ്കിൽ ഖുർആൻ അങ്ങ് മനസ്സിലാക്കുമ്പോ അങ്ങനെ ഈമാൻ ഇങ്ങനെ യാറായോട്ട് പോണ്ട് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പടിപ്പാട്ടി ഒത്തുണ്ടു. ನನ್ನ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിഷയത്തില് ഞങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിരാണ്ട് കണ്ടെങ്കിൽ ഓർക്ക പോലും ഞങ്ങളെ ഈ നഫ്സുറോ വേണ്ട തരത്തിക്ക് കൊമ്പോക സാധ്യമില്ല. ഞങ്ങളെ ഈ കണ്ണുറോ വേണ്ട തരത്തിൽ കൊമ്പോക സാധ്യമില്ല. ഞങ്ങളെ ഈ കാതിൽ കേട്ടോണ്ടുള്ളದ್ರೆ വേണ്ട തരത്തിൽ കേൾക്കുക ഞങ്ങൾക്കൊർക്കും സാധ്യാവില്ല. ഞങ്ങളുടെ നഫ്സാവട്ടെ അത് എപ്പം അത് വേണ്ട തരത്തെ അതിങ്ങനെ പ്രേരണാക്കിക്കൊണ്ടിരിക്കരുത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളുടെ ഒരു ചരിത്ര ഖുർആൻ 12ാമത്തെ സൂറത്ത് ആ പേര് അല്ലാഹു ആ സൂറത്തിന്റെ പേര് വെച്ചിരുമേ സൂറത്തുൽ യൂസുഫ്. ആ യൂസുഫ് ചൊല്ലുற ആ സൂറത്തില് അല്ലാഹു യൂസുഫ് നബിരെ ആ സ്റ്റോറി അയാളുടെ ലൈഫിലായ സ്റ്റോറിനോ അല്ലാഹു ചുരുക്കിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കി തന്നോട്ടുണ്ടു. അതിലൊരു പലക്ക വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുற നിശ്ചയമായിട്ടും ഞങ്ങളെ മനസ്സ് എന്ന് ചൊല്ലുന്നത് അത് എപ്പം വേണ്ടാ തരത്തത് അതിങ്ങനെ യാറ വേണ്ടാ തരത്തിക്ക് ഇങ്ങനെ ചാഞ്ഞോണ്ടിക്കറ് വേണ്ടാത്തത് നോക്കുക ഇങ്ങനെ പ്രേരണാക്കറ് വേണ്ടാത്തത് കേൾക്കുക ഇങ്ങനെ പ്രേരണാക്കറ് അതേപോലെ വേണ്ടാത്തത് തിങ്കാക്കുക ഇങ്ങനെ പ്രേരണാക്കിക്കൊണ്ടിരിക്കറ്. ആ നഫ്സുറോ അതിനെ ഞങ്ങൾ രക്ഷനാക്കരുത്. ഞങ്ങൾ ഓരോരുത്തരും കർത്തവ്യത്തിക്കറ് സഹോദരന്മാരെ. ആ ഒരു വേണ്ടാ തരത്തിക്ക് ഞങ്ങളെ മുന്നിൽ ബറുമ്പമേ ഞങ്ങൾ മനസ്സിലാക്കണോ നണ്ടൊട്ടിಗೆ ശൈത്താനുള്ള ആ ശൈത്താന്റെ വിഷയത്തില് ഖുർആൻ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നത് ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ ഇന്ന ശൈത്താന ലക്കും അദുവൻ. നിങ്ങൾ മനസ്സിലാക്കണോ ആ ഒരു ആയത്തിന്റെ സ്റ്റാർട്ടിംഗിൽ അല്ലാഹു ഇന്ന ചൊല്ലുന്ന താക്കീത് ഇട്ടിട്ട് അല്ലാഹു ചൊല്ലോ നിശ്ചയമായിട്ടും ശൈത്താൻ നിങ്ങളെ ശത്രുവായിത്തിക്കറ. അവന്റെ ഒർക്കം നിങ്ങൾ മിത്രായിട്ട് കാണുകത്തീരാ, നിങ്ങളെ ചങ്ങായി പാടായിട്ട് നിങ്ങൾക്ക് കാണുകത്തീരാ. അവന് ചിലപ്പോ നിങ്ങളെ പെറവല് ബണ്ടോ അവന് നിങ്ങളോ ചങ്ങായി പോലെ ഇത് ബണ്ടോ. ബദർ യുദ്ധത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ നിങ്ങൾക്ക് അത് പടിപ്പാട്ടി തണ്ട്. ബദർ യുദ്ധത്തെ ആ ഒരു സന്ദർഭത്തില് ബദർ യുദ്ധത്തെ വന്ന് ആ ശത്രുമാർക്ക് ആ ശൈത്താൻ അങ്ങക്ക് പ്രേരണാക്കി വഇസ്സയ്യന ലഹുമു ശൈത്താൻ അങ്ങ് ശൈത്താൻ അങ്ങ് അവിടെ ചണ്ടാക്കിട്ട് കാട്ടി തന്ന നിങ്ങ ആയിരക്കണക്കിൽ ആൾമാറുള്ളാറ് നിങ്ങൾക്കെന്തും പേടിക്കുകയില്ല. അങ്ങ് അണ്ടത്തെ ജാവു കല്ല് കുടിച്ചിട്ട് അതേപോലെ പെണ്ണിനൊട്ടിಗೆ ഡാൻസ് ആക്കിപ്പട്ടിട്ട് ആ ഒരു വിനോദത്തിൽ ഇന്ന് ആ ആൾമാറ് സുബൈരെ ആ പിറ്റാണ്ടത്തെ നാളില് 300 ചില്ലാറ് ആൾമാരെ കൊണ്ടുത്തു നാശടഞ്ഞ് ഒരു ചരിത്രം ഞങ്ങൾക്ക് ഖുർആൻ പടിപ്പാട്ടി തന്നോട്ടുണ്ടോ. അങ്ങಗೆ ആൾബല കാട്ടിട്ട് ശൈത്താനങ്ങളെ ബടക്കാക്കി വിട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേടിച്ചോണ്ടല്ലോ 300 ചില്ലാറ് ആൾമാറ് ആ ഒരു ഇഖ്ലാസ് അല്ലാഹുവിനെ പേടി നഫ്സ് ശുദ്ധിയായിട്ടുള്ള ആ ഒരു നഫ്സിനോ അല്ലാഹു ബച്ചാവാക്കിട്ട് ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലേ ആയിരക്കണക്കിൽ മലക്കുമാരോ ആ ഇഖ്ലാസുള്ള നല്ല നഫ്സുള്ള ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായാക്കിയ എന്തുകൊണ്ടു ശൈത്താന്റെ ശത്രുവായിട്ട് കണ്ടിട്ട് അല്ലാഹുവിന്റെ സഹായത്തെ കണ്ടവരോ ഒരു സഹാബത്തെ തിന്തങ്ങ. അതേപോലെ അല്ലാഹു ചൊല്ലോ ഇന്ന ശൈത്താന ലക്കും അദുവൻ. നിശ്ചയമായിട്ടും ശൈത്താൻ നിങ്ങളെ ശത്രുവായിത്തിക്കറ. ഫത്തഖിദൂഹു അദുവ.
അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ചെൽറോ ഞങ്ങ സ്വർഗത്തിക്ക് പോണുക വേണായിട്ട് ഞങ്ങളെ തറവാടിಗೆ തിരിച്ചിട്ട് പോണുക വേണായിട്ട് ഇത്തിക്കർ അള്ളാഹു ചെൽറോ ആ ശൈത്താനർ നിങ്ങൾ ശത്രുവായിട്ടേ കാണണം. ശത്രുവല്ലാത്ത ഒരവസ്ഥത്തിൽ നിങ്ങൾ കാണുകത്തീരാ. കാരണം എന്തോ നിശ്ചയമായിട്ടും അള്ളാഹു അവിടെ പോലും അള്ളാഹു താക്കീതിട്ട് ചൊല്ലോ ആ ശൈത്താൻ നിങ്ങളെ അവന്റെ ആ ഗ്രൂപ്പിലെ ആൾമാരെ നരകത്തിക്ക് വിളിച്ചോണ്ട് പോണ്ടോ ചൊന്തൈത്തിക്കരെ ആ നരകത്തിക്ക് എത്തിക്കരെ ഞങ്ങളെ എല്ലാ ഓരോരുത്തരും പോക്കു ഞങ്ങളെ നരകത്തിക്ക് എത്തുപാട്ടിട്ടേ വിടുറോ. നാളെ ആഖിറത്തിക്ക് ആഖിറത്തില് അള്ളാഹുര മുന്നലു ഞങ്ങൾ നിൽക്കുമ്പോ ശൈത്താനും ഞങ്ങളൊട്ടിಗೆ ഇക്കറാ. ആ ശൈത്താൻ ചൊല്ലുന്നോ വഖാല ശൈത്താൻ لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم لي അല്ലേ സൂറത്തുൽ ഇബ്രാഹിമിലോ ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. ആ ശൈത്താൻ നാളെ അല്ലാഹുര മുന്നൽ ചൊല്ലോ അല്ലാഹുവേ കൃത്യമായിട്ട് നിന്റെ വാഗ്ദാന അല്ലാഹുര ആ ഒരു ദീൻ ഉടനെ നിനക്ക് പഠിപ്പാട്ടിത്തಂತೆ ನಾನು ನನ್ನ ಭಾಗത്തേക്ക് ക്ഷണിച്ച അല്ലാഹുവേ നിന്റെ ഭാഗ ആ ക്ലിയർ ആയിട്ടിക്കുമ്പോ ನಾನು ನನ್ನ ഡ്യൂട്ടി മാത്രമേ ആക്കി ನಾನು ಅಂಕೆಂದು ಆಕಿತಿಲ್ಲ ಇಂದು ನನ್ನೊಟ್ಟಿಗೆ അങ്ങ് ಬೆರಳಿച്ചുകൊണ്ട് ആവശ്യമില്ല അങ്ങ് നരകത്തിക്ക് എത്തിക്കരെ അല്ലാഹു ശൈത്താൻ നരകത്തിക്ക് വിളിച്ചാ ചെന്നിട്ടു ശൈത്താന്റെ മാത്രല്ല നരകത്തിക്ക് ഇട്ടോ ആ ശൈത്താന്റെ ഫോളോവേഴ്സറോ എല്ലാ ഓരോരുത്തരും നരകത്തിക്ക് വലിച്ചിട്ടാൻ ചൊന്ത എത്തിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നു ആ ശൈത്താന്റെ പിറവുലു വർക്കം ഞങ്ങ പോകുതീരാ. ശൈത്താൻ ഞങ്ങൾക്ക് കാട്ടുമ്പോ വേണ്ടാത്തത് കാട്ടുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊന്തു കണ്ണ് താത്തുകുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് പറഞ്ഞു അപ്പൈത്തിക്ക് ഞങ്ങ തത്മഇന്നുൽ ഖുലൂബൈത്തുല്ലോ സമാധാനം അടഞ്ഞോ ഒരു മനസ്സ് അപ്പൈത്തിക്ക് ഞങ്ങൾക്ക് കിട്ടോ. വേണ്ടാത്തത് കേൾക്കുമ്പോ മ്യൂസിക് കേൾക്കുമ്പോ ഒരു 2 മിനിറ്റ് നിൽക്കുക ഒരു 5 മിനിറ്റ് നിൽക്കുക ചൊല്ലുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് ബറകുതീരാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊന്നിട്ടു അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങണം. വേണ്ടാത്തരത്ത് കേൾക്കുകയും അതേപോലെ വേണ്ടാത്തരത്ത് കാണുകയും വേണ്ടാത്തരത്ത് ജാഗ്രതയ്ക്ക് കാൽ വയ്ക്കുകയും വേണ്ടാത്തരത്തേക്ക് കൈയിട്ടതും വർക്കം മുസ്ലിമുകു അനുവദനീയല്ല, വിശ്വാസിക്ക് അനുവദനീയല്ല. ഞങ്ങളെ നഫ്സുറോ അല്ലാഹുക്ക് വേടായിട്ട് ഞങ്ങളെ ഉണ്ടാക്കിയോ ഈ ഭൂമിയിലും ആകാശത്തും ഞങ്ങളെ ഉണ്ടാക്കിയോ ആ അല്ലാഹുക്ക് സദാസമയ ഇബാദത്താക്കിയോട്ടും ആ അല്ലാഹുരെ സദാസമയ ನೆನಪಾക്കിട്ട് ಜೀವನಾಕಣೋ ಚೊಂದಿಟ್ಟು ನಾನು ನಿಗಳೊಟ್ಟಿಗೆ ನಸೀಹತ್ತಾಕಿಟ್ಟು ನಂದೆ ಈ ಪಲಕ ನಾನು ನಿಪ್ಪಾಟ್ರೆ ವಾಖಿರ್ ದಅವಾನ ಅನಿಲ್ ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.